ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ എന്ന് പറഞ്ഞാട്ടെ, കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികളെ ഇന്ന് വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം എന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ പ്രവർത്തികൾക്കായി സ്തുതിക്കുന്നു. ഓരോ ദിവസവും ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് കാണുവാനും ദൈവപ്രവർത്തികളെ ഇന്ന് അനുഭവിക്കുവാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്നല്ലോ. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുന്നു. എല്ലാ ദിവസവും ഇന്ന് ഓരോ മണിക്കൂറല്ല, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാറുണ്ട് സമയങ്ങളെങ്കിലും എല്ലാ ദിവസവും ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം സഹായിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളെ വളർത്തുന്നുണ്ട്. എത്ര പേർക്ക് ആത്മീകമായൊരു വളർച്ച ഉണ്ടായെന്ന് പറയുന്ന ഈ കൂട്ടത്തിലുണ്ട്? ഒരു ആത്മീയ വളർച്ച എനിക്ക് ഉണ്ടായെന്ന് ഉണ്ട് ബ്രദറെ, തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളെ വളർത്തുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ സംസാരിക്കുന്ന സമയത്ത് വെള്ളം കുടിച്ചതാണ്, അത് വിക്കി. ആമേൻ. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. ഓരോ ദിവസവും കർത്താവിൻ്റെ വചനം കേട്ട് ബലപ്പെടുവാൻ ദൈവം നമ്മളെ ശക്തീകരിക്കുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചന ഭാഗം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. വചന ഭാഗം ഏതാന്നുള്ളത്? ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൻ്റെ അകത്തും മാറ്റങ്ങളും രൂപാന്തരം വരും. അപ്പോൾ യേശുവിലുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ, ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ യേശു ക്രിസ്തുവിലുള്ള വ്യക്തിയാണോ എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവും. ഒന്ന്, നിങ്ങളുടെ ജീവിതം കൊണ്ട്. രണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോസ്തലന്മാരെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ആരും മിടുക്കന്മാരായിരുന്നില്ല. അവരൊക്കെയും അവരുടെ ആ ജീവിത രീതിയിൽ, പത്രോസ്ലിഹ എന്ന് പറയുന്നത് വാളെടുക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ഇച്ചിരി ദേഷ്യക്കാരനാണ്, വാളും കൈ കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ്. വേണ്ടി വന്നാൽ ഒരാളെ വെട്ടുവാൻ തക്കവണ്ണം കഴിവുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. ഇച്ചിരി ധൈര്യം കുറവുണ്ടെങ്കിലും വെട്ടാനൊക്കെ ധൈര്യമുള്ള മനുഷ്യനാണ്. പൗലോസ്ലീഹ സഭയെ മുടിപ്പിച്ചവനാണ്. സ്ത്രീകളെ പോലും മുടിക്കുത്തിൽ പിടിച്ചുകൊണ്ട് വലിച്ചഴയ്ക്കുന്ന മനുഷ്യനാണ്. അപ്പം അത്രയും ദുഷ്ടന്മാരായ കർത്താവിൻ്റെ ശിഷ്യന്മാരെ യേശു തിരഞ്ഞെടുത്തതിൻ്റെ കാരണം, ദൈവത്തിന് ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ലോകത്തിൽ ബലഹീനവും കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തത് തിരഞ്ഞെടുത്തു. അപ്പം അങ്ങനെയുള്ള വ്യക്തികളെ തിരഞ്ഞെടുത്ത് അവരുടെ രൂപാന്തരം വരെ, നല്ലവരെ തിരഞ്ഞെടുത്ത് ദൈവം നല്ലവനാക്കുമല്ല, ലോകത്തിൽ ഒന്നിനും കൊള്ളാത്തതിനെ തിരഞ്ഞെടുത്ത് യേശു ക്രിസ്തു രൂപാന്തരം വരുത്തി കർത്താവിൻ്റെ സ്വഭാവം, ഒരു വ്യക്തി യേശുവിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ സ്വഭാവം ആ വ്യക്തിയിൽ വെളിപ്പെടുകയാണ്. ആ വ്യക്തിയുടെ സംസാരത്തിൽ, വാക്കിൽ നെകളവോ അഹങ്കാരമോ പാപചിന്തകളോ അല്ല, ക്രിസ്തു യേശുവിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു വെളിച്ചത്തിൻ്റെ അവകാശങ്ങൾ. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗലാത്യർക്ക് എഴുതിയ ലേഖനമായിരുന്നല്ലോ പഠിച്ചു വന്നുകൊണ്ടിരുന്നത്. എങ്കിലും നമുക്ക് പുതിയൊരു വർഷം ലഭിച്ച ആ ഒരു വാക്യത്തിലേക്ക് വന്നതുകൊണ്ടാണ് 2 ദിവസം അതിൽ നിന്നത്. നമുക്ക് പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് ആ വചനത്തിൽ ധ്യാനിക്കാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം ഇന്ന് വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം. നമ്മൾ ഒന്ന് ഗലാത്യർ, 2 ഗലാത്യർ കഴിഞ്ഞു, ഇനി 3-ലേക്ക് എത്തിയിരിക്കുകയാണ്. പലപ്പോഴും പറഞ്ഞിട്ടുള്ള വചന ഭാഗങ്ങൾ തന്നെയാണ്. എങ്കിലും ഒന്നും കൂടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്കൊന്ന് ബലപ്പെടാം.
അപ്പോസ്തലനായ പൗലോസ് ലീഗ ഗലാത്യ സഭയോട് പറയുകയാണ്, അല്ലയോ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ലീഗ ഈ ബുദ്ധിയില്ലാത്തവർ, അതായത് ബുദ്ധി ശൂന്യത അവർ കാണിച്ചു. അവർ ബുദ്ധി കുറഞ്ഞവരായിട്ടല്ല, ബുദ്ധി ശൂന്യത അവർ കാണിച്ചു. അതായത് നമ്മൾ പലപ്പോഴും പറയത്തില്ല, അയ്യോ മണ്ടത്തരം കാണിച്ചു എന്ന് പറയത്തില്ലേ. അപ്പോസ്തലനായ പൗലോസ് ലീഗ പറയണം, അയ്യോ ബുദ്ധിയില്ലാത്ത, എൻ്റെ അർത്ഥം മണ്ടത്തരം കാണിച്ചവർ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ശൂദ്രം ചെയ്ത്, അതായത് കൂടോത്രം ചെയ്ത് മയക്കിയവരാൽ. ഒരു ക്വസ്റ്റ്യൻ പൗലോസ് ലീഗ ചോദിക്കുകയാണ്, ഇത്രയും നല്ലൊരു ക്രിസ്തുവിനെ ലഭിച്ചിട്ടും, ഇത്രയും നല്ലൊരു കർത്താവിനെ ലഭിച്ചിട്ടും നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയവൻ ആരെന്ന് അവിടെ ചോദിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ചോദിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ലീഗ പറയുകയാണ്, ഈ വചനം കേട്ടിട്ട്, യേശു ക്രിസ്തുവിനെ കേട്ടിട്ട്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോവുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഗലാത്യ ലേഖനം പഠിക്കുന്ന സമയത്ത് ഗലാത്യ സഭക്കാർ ഒരിക്കലും യഹൂദ മതവുമായിട്ട് ബന്ധപ്പെട്ടവരല്ല. ഇവർ നമ്മളെപ്പോലെ തന്നെ യേശുവിനെ അറിയാത്ത ആൾക്കാർ, യഹൂദന്മാരല്ല. അപ്പോൾ ഇവരുടെ ഇടയിൽ പൗലോസ് ലീഗ ആദ്യം വന്നിട്ട് യേശു ക്രിസ്തുവിനെ പറ്റി നമ്മൾ കേൾക്കുന്ന, ആദ്യമായിട്ട് നിങ്ങൾ യേശുവിനെ ലോകത്തിൽ കേൾക്കുന്നത് എങ്ങനെയാണ്, അതേപോലെ അവർ യേശുവിനെ ആദ്യമായിട്ട് കേട്ടു. യേശു നിനക്ക് വേണ്ടി ഭൂമിയിൽ വന്നുവെന്നും കർത്താവ് നിൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്നും പാപവും ശാപവും രോഗവും കഷ്ടതയും ദുരിതമെല്ലാം യേശു നിൻ്റെത് വഹിച്ചുവെന്നും ഇന്നു മുതൽ നീ വെളിച്ചത്തിൻ്റെ അവകാശിയാണെന്നും നീ മകനാണെന്നും മകളാണെന്നും ഒക്കെ പഠിപ്പിച്ചിട്ട് പൗലോസ് ലീഗ അവരെ ബലപ്പെടുത്തിപ്പോയി. എന്നാൽ കുറേ കാലം കഴിഞ്ഞ് പൗലോസ് ലീഗ തിരിച്ചു വന്നു. കുറേ കാലം കഴിഞ്ഞ് പൗലോസ് ലീഗ തിരിച്ചു വന്ന സമയത്ത് കണ്ടൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ, ഇവരിതെല്ലാം മാറ്റിമറിച്ചിട്ട് ഇവർ മതത്തിലേക്ക്, യഹൂദ മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. നമ്മുടെ ഈ ലോകത്തുമുണ്ട് മതത്തിൻ്റെ തിയറികളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും ഈ പല ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഈ രോഗസൗഖ്യം കുഴപ്പമില്ല, പ്രവചനവരം കേൾക്കുന്നതിന് കുഴപ്പമില്ല, അത്ഭുതം കുഴപ്പമില്ല, ദൈവപ്രവൃത്തി കുഴപ്പമില്ല. പക്ഷേ ദൈവവചനം വ്യാഖ്യാനിക്കുമ്പോൾ പലർക്കും വിഷമമാണ്, പലർക്കും സങ്കടമാണ് ദൈവവചനം വ്യാഖ്യാനിക്കുമ്പോൾ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവവചനം വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു മത അനുസരണത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവിടെ കുറേ പ്രാക്ടീസുകളുണ്ട്. അപ്പോൾ ആ പ്രാക്ടീസുകൾ കൈവിടാനും പറ്റത്തില്ല, എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണം. അപ്പോൾ പൗലോസ് ലീഗ പറയുകയാണ്, നിങ്ങൾ ബുദ്ധിയില്ലാത്തവരാണ്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കുക, നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയവൻ. അതിട്ട് പറയുകയാണ്, ഇതൊന്നും മാത്രം ഞാൻ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയണം, ഒരു കാര്യം മാത്രം എനിക്കിന്ന് കേട്ടാൽ മതി, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി. അതിൻ്റെ അർത്ഥം യഹൂദൻ ചെയ്യുന്നത് പോലെ കൽപ്പനകളും മൊത്തം 1200 കൽപ്പനകളും യാഗവും അത് മുഴുവൻ അനുസരിച്ച് നിങ്ങൾ ദൈവസന്നിധിയിൽ നല്ലവനായി, ദൈവസന്നിധിയിൽ കൽപ്പന മൊത്തവും കേട്ടനുസരിച്ച് മിടുക്കനായി നടന്നതുകൊണ്ടാണോ പരിശുദ്ധാത്മാവിനെ കിട്ടിയത്, അതോ യേശു നിൻ്റെ പാപങ്ങളെ മോചിച്ചുവെന്നും കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നും കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന നീ ഒരു നാളും നശിക്കത്തില്ല എന്ന് നീ വിശ്വസിച്ചപ്പോഴാണോ നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയത് എന്ന് അപ്പോസ്തലൻ ചോദിക്കുക. എന്നിട്ട് ചോദിക്കുകയാണ്, വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ? അപ്പോൾ ഒരു വിശ്വാസി കേൾക്കേണ്ടത് തിയറി അല്ല. ഇപ്പം ഞാൻ പലപ്പോഴും എന്തുകൊണ്ടാണ് പലരും പറയാറുണ്ട്, ബ്രദർ ഈ സഭാചരിത്രങ്ങളൊക്കെ ആഴമായിട്ട് എന്തുകൊണ്ട് ബ്രദർ പറയുന്നില്ല? ഞാൻ പറഞ്ഞത് അതിനോട് കാര്യമൊന്നുമില്ല. ഞാൻ നിങ്ങളോട് കുറേ ചരിത്രം പറയുകയാണ്. കുറേ ചരിത്ര കാലഘട്ടങ്ങളിൽ എന്ത് സംഭവിച്ചു, പഴയ കാലങ്ങളിൽ എന്ത് സംഭവിച്ചു, അതൊക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് അത് കേൾക്കുന്നത് കൊണ്ട് നല്ലതാണ്. പക്ഷേ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് ജീവിക്കുവാൻ വേണ്ടിയുള്ള വിശ്വാസത്തിൻ്റെ ഇന്ധനം ലഭിക്കണമെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേൾക്കണം. എന്താ വിശ്വാസത്തിൻ്റെ പ്രസംഗം? വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പറ, ഒന്ന് പറ. ഇത്രയും നാളത്തെ കേൾവി വെച്ച് വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എന്ത് കേൾക്കുമ്പോൾ? അപ്പൊ നിങ്ങളിൽ വിശ്വാസം വരണമെങ്കിൽ യേശുവിനെ പറ്റി കേൾക്കണം. യേശു ക്രിസ്തുവിനെ പറ്റി കേൾക്കാത്ത പ്രസംഗങ്ങളൊക്കെയും നിങ്ങളിൽ വിശ്വാസം വരത്തില്ല. ഇപ്പം ഞാൻ പലപ്പോഴും പറയാറില്ല, എനിക്ക് വേണമെങ്കിൽ ഒരു പ്രസംഗം എടുത്തിട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ നിയമത്തിൽ നിന്നും ഏതെങ്കിലുമൊക്കെ ദാവീദിൻ്റെ ഒരു കാര്യമോ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ കാര്യമോ ഞാൻ അവരെ ഫോക്കസ് ചെയ്ത് അവരുടെ ജീവിതം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാത്രം പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല. പക്ഷെ അവരെ പറയണം. എങ്ങനെ പറയണം? അവരിൽ എങ്ങനെയാണ് ദൈവം പ്രവർത്തിച്ചതെന്ന് നമ്മൾ പറയണം. പക്ഷേ ബൈബിൾ പറയുന്നു, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്നത് ക്രിസ്തുവിനെ കേൾക്കുമ്പോഴാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാനിവിടെ ഇരിക്കുക,
ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് ക്രിസ്തു എനിക്ക് വേണ്ടി എന്തു ചെയ്തു, ഞാൻ ക്രിസ്തുവിൽ ആരാണ്, ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് വിശ്വാസം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയാം, രോഗിയായിരിക്കുന്ന നിങ്ങളോട് വന്നിട്ട് ഞാൻ പറയുക, നിങ്ങൾക്കറിയാവോ സഭാചരിത്രം അറിയാവോ, സഭാ കാലഘട്ടം അറിയാവോ, നിങ്ങൾക്ക് ചരിത്രം അറിയാവോ, ചരിത്ര പശ്ചാത്തലം അറിയാവോ, ചരിത്രകാരന്മാരെ അറിയാവോ, ഇത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണം കിട്ടുന്നത്? പറ, എന്താ ഗുണം കിട്ടുന്നത്? നിങ്ങൾക്ക് അറിവ് കിട്ടും, നിങ്ങൾക്കൊരറിവ് കിട്ടും. അറിവ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അറിവ് നല്ലതാണ്, അറിവ് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വിശ്വാസ ജീവിതത്തിൽ അറിവല്ല ആവശ്യം, ക്രിസ്തുവേശുവിനെ പറ്റിയുള്ള വിശ്വാസം തരുന്ന പ്രസംഗമാണ് നമുക്ക് ആവശ്യം. ഇപ്പം ഞാൻ ഉദാഹരണം പറയുകയാണ്, എപ്പോഴും നമ്മൾ പറയുന്ന ഉദാഹരണമെങ്കിലും കൂട്ടി പറയുകയാണ്. ഇപ്പോൾ രോഗിയായിരിക്കുന്ന നിങ്ങളോട് ഞാൻ വന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ പഴയ നിയമത്തിൻ്റെ സിസ്റ്റം പ്രകാരമാണെങ്കിൽ, ന്യായപ്രമാണ പ്രകാരമാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ, ഞാൻ ഉദാഹരണമായിട്ട് പറയാം, കുഷ്ഠരോഗം പഴയ നിയമത്തിൽ വന്നു കഴിഞ്ഞാൽ കുഷ്ഠരോഗമുള്ള മനുഷ്യൻ ആദ്യം കൊണ്ടുവന്ന് പുരോഹിതൻ ചെക്ക് ചെയ്യും. ആദ്യത്തെ ഒരു സിംറ്റം വരുന്ന സമയത്ത്, ഇപ്പോൾ കോവിഡൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഓരോ സിംറ്റം ഉണ്ടല്ലോ, ഈ സിംറ്റം വരുന്ന സമയത്ത് പുരോഹിതൻ ഇവനെ ചെക്ക് ചെയ്യും. ഇവനെ ചെക്ക് ചെയ്തതിന് ശേഷം ഇവന് കുഷ്ഠമുണ്ടോ ഇല്ലെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി 8 ദിവസം ഇവനെ പാളയത്തിൻ്റെ പുറത്ത്, കുടുംബത്തിൽ കേട്ടത്തില്ല, നാട്ടിൽ കേട്ടത്തില്ല, കൂട്ടുകാരുടെ വീട്ടിൽ കേട്ടത്തില്ല, പള്ളി കേട്ടത്തില്ല, ഇവൻ 8 ദിവസം എന്ത് ചെയ്യും? പാളയത്തിൻ്റെ പുറത്ത്, അതായത് നമ്മുടെ പട്ടണത്തിൻ്റെ പുറത്ത് വെളിയിൽ കൊണ്ടുവന്ന് ഒറ്റയ്ക്കിരിക്കണം, രാവും പകലും ഇവൻ 8 ദിവസം അവിടെ ഇരിക്കണം. ചിലപ്പോൾ ആരും തിന്നാനും കുടിക്കാനൊന്നും കൊടുക്കത്തൊന്നുമില്ല, കാര്യം കൊടുക്കുന്നവന് പേടി ഒരു കുഷ്ഠരോഗം വരുമോ. ഇവനിങ്ങനെ 8 ദിവസം അവിടെ ഇരുന്ന്, ഈ കുഷ്ഠം അവന് ഉണ്ടെങ്കിൽ, കൺഫേം ആണെങ്കിൽ കുഷ്ഠരോഗം വന്നവൻ ചാകും. ഇനി കുഷ്ഠമില്ലെങ്കിൽ തിരിച്ചു വന്നിട്ട് ദൈവം പഠിപ്പിച്ചിട്ടുള്ള ശുദ്ധീകരണ നിയമപ്രകാരം മൊത്തം ശുദ്ധീകരണം നടത്തിയതിന് ശേഷമേ ഉള്ളൂ അവന് വീട്ടിൽ കയറാൻ പറ്റത്തുള്ളൂ. അല്ല, അവന് വീട്ടിൽ കയറ്റത്തില്ല. അഥവാ വീട്ടിൽ കയറിയ നാട്ടുകാരവനെ കല്ലെറിഞ്ഞ് കൊല്ലും. നിയമമായത്, ന്യായപ്രമാണത്തിൽ നിയമമാണിത്. ഒന്നാലോചിച്ച് നോക്കി, നിങ്ങളപ്പം പൗലോസ്ലീഹ സുവിശേഷം എല്ലാം പറഞ്ഞ് പോയ ഈ ഒരു ജനതയോട് വന്നിട്ട് യഹൂദന്മാർ എന്ത് ചെയ്യാണ്? ഇതെല്ലാം പഠിപ്പിക്കുക. ഉടനെ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ കഴിഞ്ഞ ദിവസം ക്യാൻസർ രോഗിയായിട്ടിരുന്ന വ്യക്തി, തകർന്ന തരിപ്പടമായിരുന്ന വ്യക്തി, കുടുംബം ചെതറിപ്പോയ, സമാധാനമില്ലാതെ ആത്മഹത്യ ചെയ്യായിരുന്ന വ്യക്തി, തലമുറകൾ നഷ്ടപ്പെടാൻ വേണ്ടി ലോകത്തിലും മോഹത്തിലും പാപത്തിലും ജീവിച്ച നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടത്? യേശു നിനക്ക് വേണ്ടി മരിച്ചുവെന്ന പ്രസംഗം കേട്ടപ്പോൾ നിൻ്റെ അകത്ത് മാനസാന്തരമുണ്ടായി, നിൻ്റെ അകത്ത് വിശ്വാസം വന്നു, പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കുവാൻ തുടങ്ങി. നിൻ്റെ പാപ സ്വഭാവത്തിൽ നിന്നും നിൻ്റെ എല്ലാ ജീവിത പ്രയാസത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് യേശുവിൽ വിശ്വസിച്ച ഒറ്റ കാരണം കൊണ്ട് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. എന്നാലോചിച്ച് നോക്കി. അപ്പോൾ യേശു ക്രിസ്തുവിനെ കേൾക്കുമ്പോഴെന്തുണ്ടാവും? നമ്മളിൽ വിശ്വാസമുണ്ടാവും. ഒന്നുകൂടെ ഞാൻ പറയാം, വിശ്വാസം കേൾവിയാലും, ഞാൻ ആ വാക്യം ഒന്നെടുക്കാം നിങ്ങൾക്ക്. ഇനി റോമാലേഖനം 10-ാം അധ്യായത്തിലെ പരിചിതമായ വാക്യം എടുക്കേണ്ട കാര്യമില്ലെങ്കിൽ പോലും നിങ്ങൾ ഓൾറെഡി കാണാപ്പാഠം പഠിച്ചു. ഇത് പഠിക്കേണ്ട വാക്യങ്ങൾ അതൊക്കെ കേട്ടോ. റോമർ 10-ാം അധ്യായത്തിൻ്റെ താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്ന ഏതു വ്യക്തിയും കർത്താവിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിയും തകർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇവിടെ നോക്കിയേ, ആകയാൽ വിശ്വാസം കേൾവിയാലും, റോമർ 10:17, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനം എടുത്തു പറയുന്നുണ്ട് അവിടെ. എന്താ ക്രിസ്തുവിൻ്റെ വചനം? ക്രിസ്തുവിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്തിന് ഭൂമിയിൽ വന്നു എന്നും, നമ്മൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് ആ ഒരു സന്തോഷത്തിൽ നിൽക്കുകയല്ലേ. അപ്പോൾ ഈ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ എന്തിനാ യേശു മരിച്ചത്, എന്തിനാ യേശു ജനിച്ചത്, എന്തിനാ യേശു ഉയർത്തതെന്നുള്ള അറിവിൽ വർദ്ധിക്കണം നിങ്ങൾ. അതുകൊണ്ടാണ് പല ആളുകളും പ്രയാസപ്പെടും. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ഉറപ്പ് ക്രിസ്തു എനിക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളതാണ്. എൻ്റെ മിടുക്കല്ല. പലപ്പോഴും പലരും പറയാറുണ്ട്, നമ്മൾ വലിയൊരു ചിലപ്പം ഈ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു, ഇത് യേശു ക്രിസ്തുവിൻ്റെ മുറിവിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ പ്രസംഗിക്കും, ഇനി സൗഖ്യം കിട്ടിയില്ലേലും. ഈ ഒരു ക്ലോസ് വെക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാവോ? ഈ ക്ലോസ് വെക്കുന്നതിൻ്റെ പേരാണ് ബുദ്ധി. പ്രസംഗവും ബുദ്ധിയും, വിശ്വാസവും ബുദ്ധിയും ഒരേപോലെ മിക്സഡ് ആകുമ്പോൾ നമ്മുടെ അകത്ത് നഷ്ടപ്പെടുന്നത് കോൺഫിഡൻസ് ആണ് ദൈവത്തിലുള്ള. യേശുക്രിസ്തു മുറിവേറ്റെങ്കിൽ, അത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, അത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, അതിൻ്റെ അർത്ഥം നിങ്ങളുടെ രോഗത്തിന് വേണ്ടിയാണ് യേശു മുറിവേറ്റത്. യേശു മുറിവേറ്റെങ്കിൽ നിങ്ങളുടെ രോഗം മാറണം. ഇനി മാറിയില്ലേലും എന്തിനത് പറയുന്നത് അറിയാവോ? നമുക്ക് സംശയമാണ്, മാറുവോ? ഈ സംശയത്തിൽ നിന്നാണ് ആ വാക്ക് പറഞ്ഞത്. ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം ഞാനിപ്പോൾ പറയാം. ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് വേണേൽ പറയാം. ഇപ്പം നിങ്ങൾ ഒരു ചായ എടുത്തു,
ഒരു ചായ എനിക്ക് വേണ്ടി നിങ്ങൾ ചായ എടുത്തു, ചായക്കകത്തോട്ട് നിങ്ങൾ പഞ്ചസാര മിക്സ് ചെയ്ത് മൊത്തം സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് എന്നോട് വന്നിട്ട് പറയാം, ബ്രദറെ ചിലപ്പം മധുരം കിട്ടി എന്ന് വരാം, ചിലപ്പോൾ കിട്ടിയില്ലെന്നും വരാം. അങ്ങനെയാണോ? മധുരം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പറയാൻ പറ്റുമോ? പറ. മധുരം ഇട്ടതിന് ശേഷം നിങ്ങൾ പറയുക, ബ്രദറെ ചിലപ്പോൾ മധുരം കിട്ടിയെന്നും വരാം. ഇല്ല. അതിൻ്റെ കാരണം എന്തുവാ? അതിൻ്റെ കാരണം എന്തുവാ? വിശ്വാസ സംശയം. അതാണ് ഉത്തരം. അത് മധുരമാണ്. മധുരം മിക്സ് ചെയ്തിട്ട് നിങ്ങൾ പറയുകയാണ് ചിലപ്പോൾ മധുരം കിട്ടിയെന്നും വരാം, കിട്ടിയില്ലെന്നും വരാം. ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. മധുരം ചായക്കകത്ത് ഇട്ടോ, അതിൻ്റെ അകത്ത് മധുരം വന്നിരിക്കും. അല്ലെങ്കിൽ മധുരം ഇടരുത്. മധുരം ഇട്ടില്ലെങ്കിൽ ഞാൻ പറയൂ, ബ്രദറെ, നിങ്ങൾ പറയും, ബ്രദറെ മധുരം ഉണ്ടോ? അപ്പോൾ ഞാൻ കുടിച്ചിട്ട് പറയും മധുരമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അയ്യോ പഞ്ചസാരയുടെ എന്തോ കുഴപ്പം. അല്ല, പഞ്ചസാര ഇട്ടിട്ടുണ്ടെങ്കിൽ പഞ്ചസാരയുടെ ഗുണം മധുരം തരുന്നതാണ്. പഞ്ചസാരയുടെ ഗുണം മധുരം തരുന്നതാണ്. യേശുക്രിസ്തു ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തോ അത് നടന്നത് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അവിടെ സംശയത്തിന് അവിടെ വകയില്ല. കാരണം നടന്നു കഴിഞ്ഞ കാര്യമാണ്, ഇനി നടക്കാൻ പോകുന്ന കാര്യമല്ല. അവിടെ എൻ്റെ മിടുക്കിൻ്റെ ആവശ്യമില്ല, എൻ്റെ അവിടെ ഗുണത്തിൻ്റെ ആവശ്യമില്ല, എൻ്റെ കഴിവിൻ്റെ അവിടെ ആവശ്യമില്ല. ക്രിസ്തു എന്ത് ചെയ്തിരിക്കുന്നു അതിൽ ഞാൻ അവകാശം. അവിടെ പലപ്പോഴും എവിടെയാണിത് തടയപ്പെടുന്നത് ഞാൻ പറഞ്ഞു തരാം. എവിടെയാണ് തടയപ്പെടുന്നത്? നമ്മളിവിടെ അവിശ്വാസം മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും, ഇല്ല ബ്രദറെ, ഞാൻ ഒരിക്കലും അവിശ്വാസം മിക്സ് ചെയ്തിട്ടില്ല. നമ്മൾ പോലും അറിയാത്ത ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഇവിടെ നിങ്ങൾ ഈ വചനം മറക്കല്ലേ. ഇവിടെ നമ്മൾ ഗലാത്യ സഭയോട് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി കേട്ടതിനാലോ. എന്നിട്ട് പറയുകയാണ് ഇതെല്ലാം വെറുതെ എന്ന് വരികയില്ല, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ, വീണ്ടും പറയുകയാണ് വിശ്വാസത്തിൻ്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ദൈവത്തെ പറ്റി പറയുന്നു. അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേൾക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ പോയെങ്കിൽ മാത്രമേ കണ്ടിന്യൂറ്റി ഉണ്ടാകത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നിങ്ങൾ ഇവിടെ വന്ന് വചനം കേൾക്കും, വിശ്വാസം കേൾക്കും, നാളെ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് അടുത്ത പ്രസംഗം കേൾക്കും. ഇങ്ങനെ പലതും മിക്സഡായി കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാവോ? നിങ്ങളിൽ വിശ്വാസത്തിന് പകരം ഗലാത്യ സഭയിൽ സംഭവിച്ചതുപോലെ ബുദ്ധിയില്ലാത്തവരായിത്തീരും. എൻ്റെ അർത്ഥം അവർ ബുദ്ധി കുറവുള്ള ആൾക്കാരല്ല, അവർ മടയത്തരം കാണിക്കുകയാണ്. അവർ ഉള്ളിൽ എന്ത് ചെയ്യുന്നില്ല, ഇത് രണ്ടിലും അവർ നിൽക്കത്തില്ല. പക്ഷേ പേരിന് അവർ വിശ്വാസികളാണ്. വിശ്വാസികളും പ്രാർത്ഥനയും എല്ലാ പരിപാടിയും അവിടെ ഉണ്ട്. പക്ഷേ അവർക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വളരുവാൻ കഴിയുന്നില്ല. അതാ പലർക്ക് സംഭവിക്കുന്നത്. ഇതിനാണ് മിക്സഡ് ഗോസ്പൽ എന്ന് പറയുന്നത്. മിക്സഡ് ഗോസ്പൽ. ഇത് നമ്മളിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കോൺഫിഡൻസിനെ നഷ്ടപ്പെടുത്തും. കോൺഫിഡൻസ് നമുക്ക് പലപ്പോഴും ഞാൻ പറയും, ഇപ്പം ഞാൻ നിങ്ങളെ എനിക്കൊരു കാര്യം നിങ്ങൾക്കൊരു കാര്യം കോൺഫിഡൻസോടെ പറയണം, അല്ലെങ്കിൽ ഒരു കാര്യം കോൺഫിഡൻസ് ആണ്, ആ കാര്യത്തിൽ ഉറപ്പാണ് എന്ന് നമുക്ക് എല്ലാ കാര്യത്തിലും പറയാൻ പറ്റത്തില്ല, അല്ലേ? ഇപ്പം നിങ്ങളിപ്പോൾ എൻ്റെ വീട്ടിലോട്ട് നിങ്ങൾ എന്നെ വീട്ടിലോട്ട് ക്ഷണിക്കുക. വീട്ടിൽ ക്ഷണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു മുറിയുണ്ട്, അവിടെ നല്ലൊരു കട്ടിലുണ്ട്, നിങ്ങൾക്ക് എന്നെ കിടത്താൻ തക്കതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. അപ്പം ഞാൻ ചോദിക്കുക, സഹോദരി അല്ലെങ്കിൽ സഹോദര, ഞാൻ ഇന്ന് വീട്ടിൽ സ്റ്റേ ചെയ്താൽ എനിക്കവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ തക്കതായിട്ടുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു ചായ്പും അവിടെ നിങ്ങൾ 10 പിള്ളേരും കൂടെ എല്ലാവരും കുടുംബക്കാരെല്ലാം കൂടി ഒരു ഹോളിൽ കിടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ബ്രദറെ എനിക്കത് ഉറപ്പ് പറയാൻ പറ്റത്തില്ല ബ്രദറെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്, കൺജസ്റ്റഡ് ആണ്, ഭയങ്കര പാടാണ്. പക്ഷെ ഒരു മുറി അവിടെ സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ കോൺഫിഡൻസ് ആണ്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാകുന്ന എൻ്റെ മനസ്സിൽ വരുന്ന ഉദാഹരണങ്ങളെ പെട്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വലിയ ഉദാഹരണം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് എന്തുവാ? നിങ്ങൾക്ക് ഉള്ളതിൽ നിങ്ങൾക്കൊരു ഉറപ്പുണ്ട്, അല്ലേ? ഇല്ല ബ്രദർ വന്നാൽ ഉറപ്പായിട്ടും ഒരു മുറി അവിടെ ഉണ്ട്, അവിടെ ഒരു മുറി വേക്കൻ്റ് ആണ്, ആ മുറിയിൽ ഉറപ്പായിട്ടും എനിക്ക് ഉറപ്പാണ് അവിടെ കിടക്കാൻ പറ്റും. ഇത് ഉള്ളതിൻ്റെ കോൺഫിഡൻസാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടായി? അതവിടെ ഉള്ളത് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ്. പക്ഷേ നിങ്ങൾ കുറേ കാലമായിട്ട് വീട്ടിലോട്ട് വരുന്നില്ല, നിങ്ങളുടെ വീട്ടിൽ വരുന്നില്ല, 10 വർഷമായിട്ട് നിങ്ങളെ വീട്ടിൽ പോയിട്ടില്ല, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയോ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കുടുംബക്കാരാണ് ഇപ്പോൾ അവിടെ വീട് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ കുറേ നാളായിട്ട് വീട്ടിൽ പോയിട്ടില്ല, വേറെ ഏതോ ബന്ധുക്കാർക്ക് കൊടുത്തിരിക്കുക. അവരാരെയൊക്കെ കൊണ്ട് അവിടെ താമസിപ്പിച്ചെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം നിങ്ങളെ ഞാൻ വിളിക്കുവാണ്,
ഇപ്പോൾ ബ്രദറെ എൻ്റെ വീട്ടിലോട്ട് വാ. അപ്പം ഞാൻ ചോദിക്കുവാണ് അവിടെ റൂം എനിക്ക് വേണ്ടി താമസിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അവിടെ കോൺഫിഡൻസോടെ പറയാൻ പറ്റത്തില്ല. കാരണം എന്നറിയാവോ, 10 വർഷം മുമ്പ് നിങ്ങളുടെ ബന്ധുക്കാരെ ഏൽപ്പിച്ചിട്ടാണ് നിങ്ങൾ പോയത്. ചിലപ്പം നിങ്ങൾ ഈ വേക്കൻ്റാന്ന് പറഞ്ഞ മുറി ചിലപ്പോൾ അവർ ഉപയോഗിച്ചെന്നിരിക്കും. ചിലപ്പോൾ അവരുടെ തുണിയും മറ്റ് സാമഗ്രികളും എല്ലാം അവിടെ സ്റ്റോർ ചെയ്തെന്നിരിക്കും. ചിലപ്പോൾ ആ മുറി അവരുടെ ആരെങ്കിലും കയറി താമസിച്ചെന്നിരിക്കും. നിങ്ങളത് കാണാത്തോടത്തോളം കാലം, 10 വർഷമായിട്ട് നിങ്ങൾ ആ മുറി ഉപയോഗിക്കാത്തോടത്തോളം കാലം, നിങ്ങൾ ആ വീടുമായിട്ട് ബന്ധമില്ലാത്തോടത്തോളം കാലം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല. നിങ്ങൾക്കിപ്പോൾ അതിനെപ്പറ്റി അറിവില്ല. ഈ അറിവില്ലാത്തത് കൊണ്ട് ഓക്കെ, ഡോക്ടർ ചോദിച്ചതുപോലെ, എന്നോട് ചോദിച്ചതുപോലെ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, നിന്നെ വിടിവിച്ചാലും വിടിവിച്ചില്ലെങ്കിലും. അതാണ് ഞാൻ പറഞ്ഞത്. അത് ശരിക്കും പറഞ്ഞാലും അത് യഥാർത്ഥത്തിൽ അത് ആര് പറഞ്ഞാൽ വാക്യം ഒന്ന് ഡോക്ടറെ ഒന്ന് എടുക്കാവോ. ദാനിയേലിൻ്റെ പുസ്തകത്തിലാണ്. അതൊരു സംശയമാണ്. പണ്ട് നമ്മൾ ആ സംശയം തീർത്തിട്ടുള്ളതാണെങ്കിലും ഈ സമയത്ത് ഈ കോൺഫിഡൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതാ പറഞ്ഞ പല പ്രസംഗങ്ങളും നമ്മളെ ക്രിസ്തുവിൽ നിന്ന് നമ്മൾ പോലും അറിയാത്ത നമ്മളെ അകറ്റുന്ന പ്രസംഗങ്ങളുണ്ട്. ഞാൻ പല പ്രസംഗങ്ങളും കേൾക്കാറുള്ള വ്യക്തിയാണ് നിങ്ങളെപ്പോലെ തന്നെ. പക്ഷേ അതിൻ്റെ ഒരു ട്യൂണ് പോകുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ആ കോൺഫിഡൻസിനെ കളയുന്ന ഏതെങ്കിലും ഒരു വാക്ക് അവിടെ നിന്ന് വന്നാൽ ഞാൻ പെട്ടെന്ന് യൂട്യൂബിൽ നിന്നായിക്കോട്ടെ വേറെ എവിടെ നിന്നായിക്കോട്ടെ പുറത്തേക്ക് ഞാൻ ചാടും. എന്തുകൊണ്ടെന്നാൽ ആ കേൾക്കുന്നത് എൻ്റെ ഉള്ളിൽ ഒരു സംശയത്തിൻ്റെ വിത്ത് പാകിയേക്കാം. അപ്പം നമ്മളിത് കേൾക്കുമ്പോൾ നല്ല രസമാണ്. നമ്മുടെ ജീവിതമൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്, നമ്മൾ അനുഭവിക്കുന്ന പ്രയാസമോ രോഗമോ ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. നമ്മളിതുപോലെ പ്രാർത്ഥിച്ചിട്ട് മാറാത്ത വിഷയത്തിൻ്റെ അകത്ത് കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമായിരിക്കും. നമ്മളും വിശ്വസിച്ചിട്ട് നടക്കാതിരിക്കുകയൊക്കെ ആയിരിക്കും. അത് കേൾക്കുമ്പോൾ ശരിയാണല്ലോ എന്നൊരു ചിന്ത നമ്മളിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഇതെന്ത് സംഭവിക്കുമെന്നറിയാവോ, ഇത് നമ്മുടെ കോൺഫിഡൻസിനെ തകർക്കുവാൻ ഇടയായിത്തീരും. ഇത് സംഭവിക്കും, കോൺഫിഡൻസ് തകർന്നു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം അവിടെ പ്രവർത്തിക്കത്തില്ല. അതെത്ര വലിയ മനുഷ്യനാണെങ്കിലും നമുക്കറിയാം കോൺഫിഡൻസ്. ഏലിയാവ് പോലും പറഞ്ഞിട്ടുണ്ട്, കർത്താവെ മതിയെന്ന് പറയുന്നുണ്ട്. ഏലിയാവ് പോലും മതിയെന്ന് അവിടെ പറയുന്നുണ്ട്. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, എൻ്റെ വിശ്വാസത്തിൽ ഞാൻ വളരുമെന്നൊന്ന് പറ. എന്റെ വിശ്വാസത്തിൽ ഞാൻ വളരും. ആമേൻ, ആമേൻ. ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കോണം. ഇവിടെ ഞാൻ മറ്റൊരു വാക്യത്തിലേക്ക് അവിടെ പ്രവേശിക്കുന്നത് കാണിക്കാം. ദാനിയേലിൻ്റെ പുസ്തകം. ഇപ്പോൾ ഡോക്ടർ ചോദിച്ച ആ ചോദ്യം നല്ലൊരു ചോദ്യമാണ്. ഞാൻ ഒരിക്കലും അത് പറഞ്ഞിട്ടുള്ളെങ്കിലും പലപ്പോഴും നമ്മൾ ഈ പ്രസംഗങ്ങൾ, നിങ്ങളിങ്ങനെ ലോഡ് നടന്ന് പ്രസംഗം കേൾക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ ഫോക്കസ് ചെയ്യാറില്ല. ഈ ക്രിസ്തുവിൽ വളരുന്ന ഒരു വ്യക്തികളെ മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളൂ. കാര്യം ഈ ഓടി നടക്കുന്നവർ പലപ്പോഴും വളരത്തില്ല, അവരിങ്ങനെ മുരടിച്ചു പോകാത്തേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കിക്കോണം. ഈ ദാനിയേലിൻ്റെ പുസ്തകം 3:16 മുതൽ ഞാൻ വായിക്കാവേ. ചന്ദ്രക്ക് മേശക്ക് അബേദ്നെഗോ രാജാവിനോട്, നെബൂഖദ്നേസർ രാജാവേ, ഈ കാര്യത്തിൽ ഉത്തരം പറയാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഇവിടെ പറയുകയാണ്, ചന്ദ്രക്ക് മേശക്ക് അബേദ്നെഗോനെ പറ്റി നമുക്കറിയാം. പഴയ നിയമത്തിൽ നെബൂഖദ്നേസർ എന്ന് പറഞ്ഞ രാജാവ് വലിയൊരു വിഗ്രഹത്തെ ഉണ്ടാക്കിയിട്ട് ഈ യഹൂദ ബാലന്മാരോട് പറഞ്ഞു, അതിനെ നമസ്കരിക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞു, വിഗ്രഹാരാധന തെറ്റാണ്. യേശുവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും രൂപം കൊണ്ടുവച്ച് യേശുവെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അത്ഭുതം കിട്ടിയിട്ട് എന്നോട് സാക്ഷ്യം പറയരുതേ. അത് വചനപ്രകാരം ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. അത്ഭുതം നടക്കുന്നതെല്ലാം ദൈവമാണെന്ന് ചിന്തിക്കരുത്. അത് ദൈവത്തിൽ നിന്നല്ല. ഇവിടെ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കിയിട്ട് നെബൂഖദ്നേസർ രാജാവ് തൻ്റെ ജോലിക്കാരായുള്ള ചന്ദ്രക്ക് മേശക്ക് അബേദ്നെഗോയോട് പറയുകയാണ്, എന്നെ നമസ്കരിക്കണം. അപ്പോൾ അവർ പറഞ്ഞു പറ്റത്തില്ല. ഞാനത് പശ്ചാത്തലമൊന്നും പറയുന്നില്ല. അവർ പറയുകയാണ്, ഞങ്ങൾക്ക് പറ്റത്തില്ല. അവർ പറയുകയാണ്, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അപ്പോൾ അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറയുകയാണ്. അവർ പറയുകയാണ്, ഞങ്ങളെ തീച്ചൂളയിൽ നിന്നും വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ വിടുവിക്കും എന്ന് പറയും. ഇത് അവർ പറയുന്നതാണ്. എന്നിട്ട് പറയാണ്, അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കത്തില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കത്തുമില്ല എന്നറിഞ്ഞാലും എന്നുത്തരം പറഞ്ഞു. അപ്പോൾ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും, അങ്ങനെ ഒരു പലപ്പോഴും പ്രസംഗം കേൾക്കാറുണ്ടല്ലേ, വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഈ രാജാവിൻ്റെ ബിംബത്തെ നമസ്കരിക്കത്തില്ല. അപ്പോൾ ഈ പ്രസംഗം കേൾക്കുന്ന ഒരു വ്യക്തിയുടെ അകത്തോട്ട് പെട്ടെന്ന് കയറുന്നൊരു സംഭവം എന്നറിയാവോ, ഞങ്ങളെ ഇനി വിടുവിച്ചില്ലെങ്കിലും
വിടുവിക്കാൻ പറ്റിയില്ലെങ്കിലും, അപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളിലേക്ക് ഇവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, ഞങ്ങൾ എന്തായാലും ആശയം ഇതാണ്, ഞങ്ങൾ എന്തായാലും ഇത് നമസ്കരിക്കത്തില്ല, എന്തു വന്നാലും ഞങ്ങൾ ഈ വിഗ്രഹത്തെ, അതായത് ഞങ്ങൾ വചനത്തിൽ നിന്ന് കോംപ്രമൈസ് ചെയ്യത്തില്ല, തല പോയാലും ഞങ്ങൾ പോകത്തില്ല. പക്ഷേ ഇവർ പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല പ്രസംഗങ്ങളും എടുത്തൊരു വാക്ക് ഉപയോഗിക്കും, ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യും, കർത്താവിനെ നമ്മൾ സേവിക്കണം. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണം, ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. ദൈവം വിടുവിച്ചാൽ, അതാണ് ഞാൻ പറഞ്ഞത്, പഞ്ചസാര ഇട്ടിട്ട് മധുരം കിട്ടിയാക്കും ബ്രദറെ എന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കി, ഇവിടെ നിങ്ങൾ നോക്കി, പൗലോസ് പറയുന്നത്, ഇത്ര ഭയങ്കരമായ മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടുവിക്കും. നോക്കി, 3 കാര്യം കൊണ്ടോ, വിടുവിച്ചു, വിടുവിക്കും, മേലാലും വിടുവിക്കും. ശ്രദ്ധിച്ച്, ഈ മേലാലും വിടുവിക്കുന്നതിൻ്റെ അർത്ഥം എന്തോ? മേലാലും വിടുവിക്കും എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു, മേലാലും. അതായത് ദൈവം എല്ലാ കാലത്തും വിടുവിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ സ്വഭാവം വിടുവിക്കുന്ന ദൈവമാണ്. ഇപ്പം ഞാൻ മനസ്സിലായത്, നിങ്ങൾ ഈ പഴയ നിയമത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ ഒരു ബോണ്ട് മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ ദൈവം അവരെ ദാസരെന്ന് വിളിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ നിങ്ങൾ മക്കളാണ്. മക്കൾക്കൊരു പ്രശ്നം വന്നാൽ നിങ്ങൾ കൈയും കെട്ടി നിൽക്കുമോ? മക്കളുടെ കൈ പൊള്ളി, തീയെ പിടിച്ച് കൈ പൊള്ളി, നിനക്ക് അത് തന്നെ വരണം, നിനക്ക് എത്ര പറഞ്ഞാൽ നീ കേൾക്കുന്നത്, നിങ്ങൾ പിള്ളേരെ വഴക്ക് പറയത്തില്ലല്ലോ, നിങ്ങൾ ഓടി വരത്തില്ലേ? എന്തിനാ ഓടി വരുന്നത്? അവർ കുരുത്തക്കേട് കാണിച്ചിട്ടല്ലേ കൈ പൊള്ളിയത്? എങ്കിലും നിങ്ങൾ പിതാവും മാതാവുമാണ്. അപ്പോൾ ഇവിടെ നോക്കി, അവൻ മേലാലും വിടുവിക്കുന്നവനാ. അപ്പോൾ ഇവിടെ നോക്കി, ഇവർ പറയുന്ന വാക്ക്, ഇവർ പറയുന്ന ഉദ്ദേശം ഇതാണ്, ഇവർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്, ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തൂച്ചുകളിൽ നിന്ന് രാജനുകൾ വിടുവിക്കും. അപ്പോൾ ഈ പ്രസംഗമൊക്കെ പല ആൾക്കാരും പറയും, ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ദൈവത്തെ സേവിക്കും. അപ്പം ദൈവം ചിലപ്പോൾ നമ്മളെ വിടുവിച്ചില്ലെന്നും വരാം. ഇതാണ് നമ്മുടെ ഉള്ളിലോട്ട് ആദ്യം പ്രവേശിക്കുന്നത്. വിടുവിച്ചില്ലെന്നും വരാം. പക്ഷെ ഇവിടെ സംഭവിച്ചു നോക്കി, അവരെ വിടുവിച്ചു ദൈവം. തീച്ചൂളയിൽ 4ാമനായി ദൈവം ഇറങ്ങി വന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട്, അതാ ഞാൻ പറഞ്ഞു, നമ്മുടെ മനസ്സിലോട്ട് കയറേണ്ടത് ഇവിടെയാണ്. നമ്മൾ പോലും അറിയാത്ത ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ സംഭവിക്കും നമ്മളിലേക്ക്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണെന്നറിയോ? ചിലപ്പം ഇതിൻ്റെ അകത്തുനിന്ന് വിടുതൽ സംഭവിക്കത്തില്ലായിരിക്കും. ഇതാദ്യം പ്രവേശിക്കുന്നത്. ഇതാണ് നമ്മളിലേക്ക് ആദ്യം പ്രവേശിക്കുന്നത്. ചിലപ്പോൾ ഇതെന്ത് ചെയ്തേക്കാം? അത്ഭുതം നടക്കാതെ വന്നേക്കാം. ചിലപ്പോൾ അത്ഭുതം, ഇത് നമ്മൾ നെഗറ്റീവ് ആദ്യം കയറും. പല പ്രസംഗങ്ങളും ഇത് ഞാൻ കോംപ്രമൈസിൻ്റെ സുവിശേഷമാണ്. പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല, ഒന്നും സംഭവിച്ചില്ല, ഉടനെ നമ്മൾ പറയും സാരമില്ല, ക്രിസ്തുവിൽ വേണ്ടി നമ്മളിതെല്ലാം അങ്ങ് സഹിക്കുക. ആദ്യം നമ്മുടെ മനസ്സിൽ എവിടെ കയറിക്കൊള്ളണമെന്നറിയാവോ? എൻ്റെ ദൈവം എന്നെ വിടുവിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ സ്വഭാവം അതാണ്. പഞ്ചസാര ഇട്ടിട്ട് മധുരം ഉണ്ടോ എന്ന് ചോദിക്കേണ്ട. പഞ്ചസാര ഇട്ടിട്ടുണ്ടെങ്കിൽ മധുരം ഉണ്ട്. പഞ്ചസാരയുടെ സ്വഭാവം തന്നെ മധുരം തരുന്നതാണ്. ഇപ്പം നിങ്ങൾ എന്നോട് 2 ഗ്ലാസ് പഞ്ചസാര, 3 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് ബ്രദറെ മധുരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഭയങ്കര മധുരം കൂടിപ്പോയി കേട്ടോ. എന്താ അത് പറയാൻ കാരണം? പഞ്ചസാരയുടെ സ്വഭാവം മധുരമാണ്. ദൈവം വിടുവിക്കുന്നവനാണ്. നമ്മുടെ അകത്തോട്ട് നിങ്ങളിപ്പോൾ ഞാൻ എവിടെയാണ് ഇപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞ വാക്യത്തിലേക്ക് ഞാൻ വരാവേ, ഗലാത്യ ലേഖനമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്തിട്ട് പ്രാർത്ഥിക്കാവേ. എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തി ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ. അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രസംഗം എന്താ കേൾക്കേണ്ടത്? ദൈവം വിടുവിച്ചില്ലെങ്കിലും എന്ന പ്രസംഗമല്ല കേൾക്കേണ്ടത്, ദൈവം വിടുവിക്കുന്നവനാണ്. അതെന്താ ബ്രദർ ഇത്ര ഉറപ്പിച്ച് പറയാൻ? ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധമാണത്. നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ഇപ്പം ഞാൻ പറയാം, നിങ്ങൾക്ക് അമേരിക്കയിലുള്ള നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി നിങ്ങൾ TV കണ്ടു കഴിഞ്ഞാൽ നമ്മൾ താടിക്കൈ കൊടുത്തു, അയ്യോ വലിയ കഷ്ടമായിപ്പോയി കേട്ടോ. നമ്മളിങ്ങനെ TV മുമ്പിൽ ഇരുന്നുകൊണ്ട് കഷ്ടം പറയത്തില്ലേ? അവരുടെയൊക്കെ ജീവിതം എന്തോ ഒരു കഷ്ടമല്ലേ, എന്തോരം പ്രയാസമല്ലേ. ആഫ്രിക്കയിലൊക്കെ കിടക്കുന്ന ചിലരുടെയൊക്കെ ജീവിതം കണ്ടാൽ നമ്മൾ കഷ്ടപ്പെടത്തില്ലേ? പക്ഷേ അതേ അവസ്ഥ വീടിൻ്റെ അകത്ത് വന്നാലോ പരാക്രമപ്പെട്ട് നിങ്ങൾ ഓടി നടന്ന് ആ കാര്യത്തെ എത്ര വില കൊടുത്ത് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ കാര്യം എന്തുവാ? ബന്ധമാണ്. ആഫ്രിക്കയിലുള്ള ഏതോ ഒരു വ്യക്തിക്ക് എന്തോ സംഭവിച്ചപ്പോൾ താടിക്ക് കൈ കൊടുത്തിക്കൊണ്ടും അവരുടെയൊക്കെ ജീവിതം എന്ത് ദുരിതമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് താടിക്ക് കൈ കൊടുത്ത് സഹതാപം പറഞ്ഞപ്പോൾ സ്വന്തം കുടുംബത്തിൽ മക്കൾക്കോ ഭാര്യയ്ക്കോ പിള്ളേർക്കോ എവിടെയെങ്കിലും ഒരു അവസ്ഥ വന്നപ്പോൾ ചാടി ഇറങ്ങിയല്ലോ. എന്നാ ഇറങ്ങാഞ്ഞത്? ആഫ്രിക്കയിൽ അവർക്ക് വിഷയം ഉണ്ടായപ്പം ബന്ധം വ്യത്യാസമുണ്ട്.
ഇവിടെ അറിയണം, ഞാനും ദൈവവും തമ്മിൽ, പുത്രനും അപ്പനും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ അവൻ വിടിവിക്കുമോ എന്നൊരു സംശയമാണ്. എൻ്റെ അപ്പൻ വിടിവിക്കുന്ന ദൈവമാണ്. അപ്പോൾ ക്രിസ്തുവിലൂടെ എനിക്ക് ലഭിച്ച പുത്രത്വമാണ്. ഇതിനെപ്പറ്റി കൂടുതൽ കേൾക്കണം. ഇത് കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാം, ഇത് മിക്സഡ്. പലപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പോലും പറയും, എൻ്റെ ഉള്ളിൽ കുറേ മിക്സഡ് കിടപ്പുണ്ടായിരുന്നു. ഞാൻ അതിനെയൊക്കെ ദൈവകൃപയാൽ പ്രാർത്ഥിച്ചു, കർത്താവേ ദൈവഗീതമല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കേൾക്കുന്നതിൻ്റെ വിഷയങ്ങൾ ഇതെല്ലാം. അപ്പം ഞാൻ കേൾവി നിർത്തി, ബൈബിൾ വായിക്കാൻ തുടങ്ങി. ബൈബിൾ വായിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. അതിനാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ധ്യാനിക്കുക എന്ന് പറയുന്നത്. ഇതിങ്ങനെ ആഴമായിട്ട് ഇതിനെപ്പറ്റി വിശകലനം ചെയ്യാൻ തുടങ്ങി. പരിശുദ്ധാത്മാവെ സഹായിക്കണം. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറയുക, എൻ്റെ ഉള്ളിൽ ഈ വചനങ്ങൾ വിശ്വാസമായി ദൈവം മാറ്റി. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാവോ, അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ കർത്താവ്, ഞാൻ ഓരോ ദിവസവും ഞാൻ പറഞ്ഞു, ഞാനും നിങ്ങളൊക്കെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും വളർന്നുകൊണ്ടിരിക്കുക, അല്ലാതെ ഞാൻ വളർന്ന് തികഞ്ഞു എന്നുള്ളതല്ല. നമ്മൾ ഓരോ ദിവസവും വളരുകയാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, വിശ്വാസത്തിന് തരുന്ന പ്രസംഗം കേൾക്കണം. ഇവിടെയാണ് നിങ്ങൾക്ക് അറിയാത്തൊരു ട്രാപ്പ്. വിശ്വാസം തരുന്ന പ്രസംഗം കേൾക്കാതെ നിങ്ങൾ കരകയറത്തില്ല. പല ആൾക്കാരും എന്നോട് പറയുന്നുണ്ട്, ബ്രദറെ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ വചനം കേൾക്കുന്നുണ്ട്. ഞാൻ അവരോട് പറയും, സൂക്ഷിക്കണം അവരെ. കാരണം നമുക്ക് നമ്മുടെ വിഷയവുമായിട്ട് പലപ്പോഴും ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് എന്നാ സംഭവിക്കുന്നറിയാവോ, അവിടെ ഇങ്ങനെ പ്രസംഗിച്ച് വരുമ്പോൾ, സഹോദരി നിങ്ങളുടെ വിഷയമാണ്, ഇനി ആ വിഷയത്തിൻ്റെ അകത്തൊരു മറുപടി കിട്ടിയില്ലെങ്കിൽ നീ യേശുവിനെ സേവിക്കത്തില്ലേ? ഈ ചോദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിൻ്റെ വിഷയം മാറിയില്ലെങ്കിൽ നീ യേശുവിനെ വിളിക്കത്തില്ലേ? ഉടനെ നമ്മൾ ആവേശത്തോടെ പറയും, യെസ് ഞാൻ യേശുവിനെ വിളിക്കുക, എൻ്റെ വിഷയം മാറിയില്ലെങ്കിലും. കണ്ടോ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളതിനെ ഉറപ്പിക്കുകയാണ് എൻ്റെ വിഷയം മാറത്തില്ലെന്ന്. ഉടനെ പറയണം, എൻ്റെ വിഷയം മാറും, ഞാൻ യേശുവിനെ വിളിക്കും. എൻ്റെ യേശുവിനെ വിളിക്കുന്നതുമായിട്ട് എൻ്റെ വിഷയത്തിൻ്റെ ബന്ധമില്ലെന്ന് പറയണം. പലപ്പോഴും ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മളെ പലപ്പോഴും ആളുകൾ എൻകറേജ് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ ഉദാഹരണം പറയാം. എനിക്കൊരു പ്രശ്നം വന്നു, ഉടനെ ഒരാൾ വന്നിട്ട് പ്രശ്നം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, വിശ്വസിച്ചുകൊണ്ടിരിക്കുക, അത്ഭുതം നടക്കുമെന്ന് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ അത് ചെയ്തെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, സഹോദരാ ഒരു ചോദ്യം, ഇനി ദൈവം ഇത് മാറ്റിയില്ലെങ്കിലും നിങ്ങൾ യേശുവിനെ വിടുവോ? ഈ ചോദ്യം എന്നെ ട്രാപ്പ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ. ഉടനെ ഞാൻ പെട്ടെന്ന് ആലോചിക്കാതെ ഉത്തരം പറയുവേ, സഹോദരാ നിങ്ങൾക്ക് യേശുവാണ് വലുത്, ഈ വിഷയമാണ് വലുത്, ഒരു ചോദ്യമാണ്. ഉടനെ ഞാൻ പറയും, യേശുവാ എനിക്ക് വലുത്. അപ്പം ഞാൻ അറിഞ്ഞോ അറിയാതോ പറയുകയാണ്, ആ വിഷയത്തിൽ യേശു എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. ഉടനെ പറയണം, സഹോദര സഹോദരി എനിക്ക് യേശു വലുതായതുകൊണ്ട് യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ അകത്ത് വിശ്വാസത്തിൻ്റെ ശക്തി വർദ്ധിക്കും. അല്ലാതെ നിങ്ങൾ മിക്സ് ചെയ്യരുത്. ഞാൻ പറഞ്ഞത് നമ്മൾ കേൾക്കുന്നതും അറിയുന്നതും ഒക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ഇത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. പല ആൾക്കാരും ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നത്, നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പം നിങ്ങളുടെ അകത്ത് ഫെയ്ത്ത് അല്ല ആക്റ്റീവ് ആകുന്നത്, സംശയം വന്നു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടങ്ങ് പോയെന്നിരിക്കട്ടെ, ഈ വ്യക്തി അങ്ങനെ പറഞ്ഞിട്ടങ്ങ് പോയി. നിങ്ങൾക്ക് യേശുവാണ് വലുത്, നിങ്ങളുടെ രോഗസൗഖ്യമാണ്, കൊച്ചിൻ്റെ വിടുതലാണ് വലുത്, ദൈവരാജ്യമാണ് വലുത്, അല്ലെങ്കിൽ സുവിശേഷമാണ് വലുത്, ഇത് ചോദിച്ചിട്ടങ്ങ് പോയി. അപ്പം ഞാൻ പിറ്റേ ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഇതെൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ തികട്ടി വരും. പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല, കർത്താവേ നീ ഇത്. അപ്പം നമ്മുടെ ഉള്ളിൽ ഭയങ്കര സങ്കടം, നിരാശയിൽ ആ സമയം കൊണ്ട് പ്രവേശിക്കും. ഉടനെ നിങ്ങൾ പറയണം, ഞാൻ ദൈവത്തെ വിളിക്കുന്നവനെ, ബൈബിൾ പറയുന്നു, ദൈവത്തെ വിളിക്കുന്നവനെ ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല, ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. ബൈബിളിൽ ഈ വിഷയത്തെപ്പറ്റി എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് തപ്പിയെടുക്കണം. ഇപ്പം രോഗമാണെങ്കിൽ രോഗസൗഖ്യത്തെപ്പറ്റി പറഞ്ഞേക്കുന്നത് തപ്പിയെടുക്കണം. എങ്ങനെ സൗഖ്യം ലഭിക്കുമെന്ന് പഠിക്കണം. എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രവൃത്തി ഉണ്ടാകുമെന്ന് പഠിക്കണം. അതിനെപ്പറ്റി പഠിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അത് കേട്ട് നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കും. ഇങ്ങനെ വർദ്ധിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് സംശയങ്ങളെ കയറ്റരുത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ ഉള്ളിലേക്ക് ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ 100% നിങ്ങൾ വീൽ ചെയറിൽ ഇരിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, സ്ട്രെച്ചറിൽ ഇരിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ പറയണം, എൻ്റെ ഈ അവസ്ഥയ്ക്ക് ഞാൻ ഇങ്ങനെ ആകാൻ യേശുവിൻ്റെ നാമത്തിൽ രോഗമായിരിക്കാൻ കാരണം പാപമാണെങ്കിൽ യേശു എൻ്റെ പാപത്തെ വഹിച്ചതുകൊണ്ട് എൻ്റെ രോഗം സൗഖ്യമാകേണ്ടതിന് യേശു മുറിവേറ്റ്. ഇതെപ്പോഴും ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾ വീട്ടിലോട്ട് ചായ കുടിക്കുന്നവരല്ല, എല്ലാ ദിവസവും ചായ കുടിക്കുന്നത്, അല്ലെങ്കിൽ കാപ്പിയോ എന്തോ ആയിക്കോട്ടെ, പഞ്ചസാര ഇട്ട് കുടിക്കുന്നവരാണെങ്കിൽ, ഇനിയിപ്പം പഞ്ചസാര വേണ്ട, ഉപ്പിട്ട് കറിക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇത് മറക്കരുത്. നല്ല ഉദാഹരണമാണ്. ഉപ്പിട്ടിട്ട് പിന്നെ ഉപ്പുണ്ടോ, ഉപ്പ് കിട്ടിയോ മതിയായിരുന്നു എന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉപ്പിട്ടാൽ ഉപ്പിട്ട് തന്നെയാണ്, മധുരം ഇട്ടാൽ മധുരം തന്നെയാണ്. അതുപോലെ തന്നെ യേശു ക്രൂശിൽ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടിയില്ലെങ്കിലോ എന്നൊരു സംശയം വേണ്ട. ഇത് കിട്ടാൻ വേണ്ടിയാണ് ക്രൂശ് മരിച്ചേക്കുന്നത്. ഇത് കിട്ടാൻ വേണ്ടിയാണ്. ഇത് കേൾക്കണം. ഇത് തുടർച്ചയായിട്ട് കേൾക്കുമ്പോൾ വിശ്വാസമായിട്ട് മാറ്റണം. ഇത് മാറ്റാതെ
മിക്സഡ് ഗോസ്പലുകൾ കേൾക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ പലപ്പോഴും നിങ്ങൾ പോലും അറിയത്തില്ല, ബ്രദറെ എനിക്ക് അങ്ങനെ സംശയം ഒരു തരി പോലും ഞാൻ സംശയിക്കുന്നില്ല ബ്രദറെ എന്ന് പറയുന്ന പല ആൾക്കാരുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാതെ ഓൾറെഡി അവിശ്വാസം പ്രവേശിച്ചു കഴിഞ്ഞു. അവിശ്വാസം കയറിയുള്ള പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലെന്നത് യൂട്യൂബിൽ കിടപ്പുണ്ട്. എങ്ങനെയാണ് അവിശ്വാസം നമ്മളിൽ നമ്മുടെ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഞാനത് പറയുന്നില്ല. ആമേൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങൾ ഈ ദിവസങ്ങളിൽ കേൾക്കുന്നത് സൂക്ഷിക്കുക. അപ്പം നമ്മുടെ ജീവിതം, ഞാൻ പറഞ്ഞു എനിക്കിപ്പം തോന്നിവാസം നടക്കാൻ കഴിയത്തില്ല, ക്രിസ്തുവിനെ വിളിച്ചിട്ട് എനിക്കിപ്പോൾ തോന്നിവാസം ജീവിക്കാൻ പറ്റത്തില്ല. ഇതെന്തുകൊണ്ട്? ഞാൻ ക്രിസ്തുവിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് രൂപാന്തരം ഉണ്ടാകുന്നുണ്ട്, മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേൾക്കുന്ന ഒരു വ്യക്തി ശ്രദ്ധിച്ചേക്കണം. വളരെ യേശു പറഞ്ഞ വാക്കുണ്ട്, നിങ്ങൾ എന്ത് കേൾക്കുന്നുവെന്ന് നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി പോകണം. നമുക്ക് പറ്റിയാൽ ഇത് കൂടുതൽ ഇതിനെപ്പറ്റി ചിന്തിക്കണം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വിഷയം കൂടുതൽ നമുക്ക് പിന്നെയും ധ്യാനിക്കാം. അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രസംഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് മിക്സഡ് വരരുത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു കാര്യം കേൾക്കുമ്പം അത് നിങ്ങളുടെ സാഹചര്യവുമായിട്ട് ഒരിക്കലും കണക്റ്റ് ചെയ്യരുത്. സഹോദര, യേശുവിലെ നിനക്കത് മാറിയില്ലെങ്കിലും നീ ദൈവത്തിന് വേണ്ടി നിൽക്കുവോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ വലിയ ട്രാപ്പായ ക്വസ്റ്റ്യനുകളാണ്, വലിയ ട്രാപ്പാണ്. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരും കാലങ്ങളായിട്ട് കേട്ട് വരും. ഇപ്പം എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ ഒരു വിഷയം ഉണ്ടായ സമയത്ത് ഞാൻ ഭാരപ്പെടുമ്പം ഒരാൾ വന്നിട്ട് പറയാം, സഹോദര കൊച്ചിൻ്റെ വിഷയം മാറിയില്ലെങ്കിൽ നീ ദൈവത്തെ സ്വീകരിക്കും. ഇല്ല, എനിക്ക് കൊച്ചിൻ്റെ വിഷയം മാറും. എൻ്റെ യേശുവിനോടല്ലാതെ പിന്നെ ദൈവത്തിന് കഴിയാത്ത വല്ലോ കാര്യമുണ്ടോ എന്ന് ബൈബിളിൽ പല ആവർത്തി പറഞ്ഞിട്ട് ഞാനെന്തിനാ അതിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിക്കുന്നത്? ദൈവത്തിന് കഴിയാത്ത വല്ലോ കാര്യമുണ്ടോ? യഹോവയ്ക്ക് കഴിയാത്ത വല്ലോ കാര്യമുണ്ട് എന്ന് പല പ്രാവശ്യം ബൈബിളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ട് ഞാൻ എന്തിനാ സഹോദര പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് അടുത്തൊരു ഓപ്ഷൻ ചിന്തിക്കുന്നത്? ഇനി കിട്ടിയില്ലെങ്കിൽ എന്നൊരു ഓപ്ഷൻ ചിന്തിക്കുന്നത്? അത് അങ്ങനെയാണ്. ദൈവത്തോട് പറ്റിയിരിക്കുന്നവനെ ദൈവം വിടിവിക്കും. നീ പറ്റിയിരിക്കുക. ഇത് ദൈവത്തിൽ നിന്നുള്ള പോയിൻ്റാണ്, മറന്നു പോകരുത്. ചന്ദ്രക്ക് മേശക്ക് അഭയത്തിനൊക്കെ പറഞ്ഞ അവരുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. അവർ പറഞ്ഞത് ഇനി അങ്ങനെ സംഭവിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. അതിൻ്റെ അർത്ഥം ദൈവം അങ്ങനെയാണെന്നല്ല. അതിൻ്റെ അർത്ഥം അവർ പറഞ്ഞത് എങ്ങനെയാണെന്നാ. ഞങ്ങളുടെ തല പോയാലും ഞങ്ങൾ വേറെ ഒന്നിലേക്ക് പോകത്തില്ലെന്നാണ് അവർ ഉദ്ദേശിച്ചത്. അതിൻ്റെ അർത്ഥം ദൈവം വിടിവിക്കത്തില്ലെന്നല്ല അർത്ഥം. അപ്പം പല ഗോസ്പലുകളും നമുക്ക് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തളർത്തും. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, പല കൂട്ടുകെട്ടുകളും ഞാൻ പലതും ഉപേക്ഷിക്കുന്നതിൻ്റെ പല കാര്യം അതുകൊണ്ടാണ്. എനിക്ക് വിശ്വാസത്തിൽ വളരെ ചുരുങ്ങിയ ബന്ധങ്ങളെ എനിക്കുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒത്തിരി ബ്രദർമാരുടെയും പാസ്റ്റർമാരുടെയൊക്കെ നമ്പർ നിങ്ങളിൽ ഉണ്ടായിരിക്കാം. എൻ്റെ വളരെ ചുരുക്കമാണ് എൻ്റെ കയ്യിൽ. അതിൻ്റെ കാരണം പല പ്രസംഗങ്ങളും എനിക്ക് മനസ്സിലാക്കി. ഞാൻ അവരെ ഒന്നും കുറ്റപ്പെടുത്തുമല്ല. ഇത് ദൈവം മനസ്സിലാക്കി തന്ന നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കൊന്നും കൊണ്ടൊന്നുമല്ല, കൃപയാണ്. എനിക്കിപ്പോൾ പുകഴുവാനൊന്നുമില്ല. നിങ്ങൾ പറയും, ബ്രദറെ ഇതെല്ലാം ബ്രദറിന് മനസ്സിലാക്കിയല്ലോ, നിഗളിക്കാനൊന്നുമില്ല. കർത്താവേ അങ്ങയുടെ കൃപ, ഇത് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കേൾക്കുന്ന ഓരോ പ്രസംഗങ്ങളെയും ഫിൽട്ടർ ചെയ്യുക. ആവേശമല്ല നമുക്ക് വേണ്ടത്. ഞാൻ ഒത്തിരി ഇമോഷൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളാണ്. നിങ്ങൾ ആവേശത്തിലാക്കുന്ന പ്രസംഗങ്ങൾ എനിക്ക് അവസാനം മനസ്സിലാക്കും. വെറുതെ ആവേശത്തിലാക്കിയിട്ട് എന്താ ഗുണം? മുന്നോട്ട് ജീവിക്കുവാൻ നമുക്ക് എന്താ വേണ്ടത്? അനുഗ്രഹം വേണം, നമുക്ക് വിശ്വാസം വേണം. ഇത് നമ്മളിൽ ആക്ടിവേറ്റ് ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസത്തിൻ്റെ തുടർച്ചയായിട്ടുള്ളത് കേൾക്കണം. ഇത് കേൾക്കിട്ടില്ല എങ്കിൽ നിങ്ങൾ അവിടെ കിടക്കും. പെട്രോൾ ഇല്ലാത്ത വണ്ടി വഴി കിടക്കുന്നത് പോലെ വഴി കിടക്കും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പം ശ്രദ്ധിച്ചോണം, ഇല്ലെങ്കിൽ എന്നൊരു ഓപ്ഷൻ നിങ്ങളുടെ ചവിക്കത്തോട്ട് കേട്ടരുതേ. ദൈവം ആരെന്ന് പഠിക്കണം. ഇതിലൂടെയാണ് ഞാൻ എപ്പോഴും പറയാറില്ല, ഈ ബൈബിളിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് എഴുതപ്പെട്ട കാലഘട്ടത്തിൽ അവരുടെ ഇമോഷനുകൾ, അവരനുഭവിച്ച ഭാരങ്ങൾ, ടെൻഷനുകൾ, ഇതിലൂടെയൊക്കെ പ്രസ്സായിട്ടാണ് ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് ഒത്തിരി തിരുത്തലുകൾ വന്നിട്ടുണ്ട്. ആദ്യ സമയങ്ങളിൽ അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങൾ, അവർ ചെയ്ത പ്രാക്ടീസുകൾ എല്ലാം പിന്നീട് തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ തിരുത്തലുകൾ വന്ന പുസ്തകമാണ് ബൈബിൾ. അല്ലാതെ ബൈബിൾ ഒരിക്കലും പെർഫെക്റ്റായിട്ട് കറക്റ്റായിട്ട് അപ്പോസ്തലന്മാരുടെ ചരിത്രം എഴുതിയേക്കുന്ന പുസ്തകമല്ല. അപ്പോസ്തലന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? പൗലോസ്ലീഹ പോലും പരിച്ഛേദന ചെയ്തിട്ടുണ്ട് തൻ്റെ കൂടെയുള്ള ആളെ. അവർ പലപ്പോഴും അവരുടെ പ്രസംഗങ്ങളെ പിന്നീട് തിരുത്തി പറഞ്ഞിട്ടുണ്ട്. തിരുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ സമയങ്ങളിൽ അവർക്ക് വീണ്ടും അറിവ് ലഭിക്കുമ്പോൾ അവർ മാറി അതിൻ്റെ അപ്ഡേഷനുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് നമുക്ക് വ്യക്തമായിട്ട് ബൈബിളിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെടുത്ത് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും.
പൗലോസ് പരിച്ഛേദന ചെയ്ത് എങ്കിൽ പിന്നെ നമുക്കും പരിച്ഛേദന ചെയ്യാമല്ലോ എന്ന് പറഞ്ഞാൽ ഇല്ല. പൗലോസ് പിന്നീട് പറഞ്ഞു അല്ല, ഇതല്ല ജഡപരിച്ഛേദനയല്ല, ഹൃദയപരിച്ഛേദന. കണ്ടോ, മാറ്റി പറഞ്ഞില്ലേ പൗലോസ്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ പലപ്പോഴും ബൈബിൾ, അപ്പം നമ്മൾ അതിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ കയറി വരണം. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നു, രോഗം മാറുമോ, പ്രശ്നം മാറുമോ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രശ്നങ്ങളിൽ ഒരു പരിഹാരമുണ്ടോ? ഇപ്പോൾ ചിലർ പറയും ഇതിലൊന്നും അല്ല കാര്യം. പിന്നെ എന്തിലാ കാര്യം? നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രയാസം. യേശു ഭൂമിയിൽ വെച്ചാണ് മരണപ്പെട്ടത്. യേശു ഭൂമിയിൽ തകർക്കപ്പെട്ടതിൻ്റെ ഈ ഭൂമിയിൽ എന്തൊക്കെ നിങ്ങൾക്ക് പ്രയാസങ്ങളോ അതിനെല്ലാം പരിഹാരം വന്നിരിക്കുന്നു. അതിന് ശേഷമാണ് നിത്യതയെപ്പറ്റി പറയുന്നത്. ഈ ഭൂമിയിൽ നിന്ന് വേണ്ടേ നമുക്ക് നിത്യതയിലേക്ക് പോകാൻ. ഈ ഭൂമിയിൽ എന്തായാലും ജീവിക്കണം, 100 വയസ്സ് വരെ ജീവിക്കണം, ദീർഘായുസോടെ ദിവ്യ ആരോഗ്യത്തോടെ ജീവിക്കണം. അപ്പോൾ എങ്ങനെയാണ് ജീവിക്കണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങളുടെ വലിയ പ്രവൃത്തിക്കായി നന്ദി പറയുന്നപ്പം എൻ്റെ കൂടെ എല്ലാവരും നന്ദി പറഞ്ഞ്, പരിശുദ്ധാത്മാവേ അങ്ങയുടെ വലിയ കൃപ ഇന്ന് ഞാൻ അനുഭവിക്കും. എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ. ഈ ഗായത്രി എന്ന് പറഞ്ഞ മോളുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടോ? ഗായത്രി എന്നുള്ള പേര് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കുറച്ച് നേരമായിട്ട് പറയുകയാണ്. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ടത് ആ വ്യക്തിയുമായി കണക്ട് ചെയ്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്തോണം. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകും. എൻ്റെ കർത്താവ് ഇങ്ങനൊരു വാക്ക് പറയുകയാണ്, നാളുകളായിട്ട് ആ കുടുംബത്തിൻ്റെ അകത്ത്, നാളുകളുടെ പറഞ്ഞാൽ ഈ 3.5 വർഷമായിട്ട് വലിയൊരു തകർച്ച എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നൊരു കുടുംബമാണ്. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് തന്നെ അവരോട് പറയണം, യേശുവിൻ്റെ നാമത്തിൽ ദൈവം ഇന്ന് പ്രവർത്തിക്കാൻ വേണ്ടി പോവാണ്. പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തോണം. ആരാത്? കേട്ടില്ല സിസ്റ്ററെ? ഈ പറഞ്ഞ വിഷയം സിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണോ? ഏറ്റെടുത്തു സിസ്റ്ററെ. കർത്താവ് ഇന്നത് എനിക്ക് ക്ലിയർ അല്ല, എന്നാലും ഏറ്റെടുത്തു. 3.5 വർഷമായിട്ട് ഞാൻ കേട്ടത്. ഏറ്റെടുത്തോണം. ഇത് സിസ്റ്ററെ, കർത്താവ് ആ കുടുംബത്തിൻ്റെ മേൽ പ്രവർത്തിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഈ സമയത്ത് കർത്താവിൻ്റെ വലിയ പ്രവർത്തികൾ. ഇന്ന് ഞാൻ പറഞ്ഞില്ല, നമ്മൾ യേശുവിനെ അറിയുന്നൊരു വ്യക്തിയാണോ നിങ്ങൾ? തിരിച്ചറിയണം യേശുവിൽ എന്തെല്ലാം ഉണ്ട്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ കുടുംബത്തിലിരിക്കുന്ന നല്ല പിതാവായിട്ട് തന്നെ ദൈവത്തെ കണ്ട് പഠിക്കണം. അല്ലാതെ നമ്മൾ വലിയൊരു രാജാവ് അടുക്കൽ നിൽക്കും. രാജാവാണ് ദൈവം, എങ്കിലും ദൈവം നിങ്ങൾക്ക് പിതാവാണ്. ഒരു കുടുംബത്തിൽ എങ്ങനെയാണോ നിങ്ങളിരിക്കുന്നത്, നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ ആ കുടുംബത്തിലുള്ള പിതാവ് എങ്ങനെ ബിഹേവ് ചെയ്യുമോ, നല്ല ദൈവമെന്ന്, നല്ല പിതാവെന്ന് യേശു പഠിപ്പിച്ചത്, എങ്ങനെ നമ്മളോട് പെരുമാറുമോ അതേപോലെ ചിന്തിക്കുക. നന്ദി കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുക. രോഗത്താൽ ഭാരപ്പെടുന്നൊരു കൈ അവിടെ വെച്ച് എന്നിട്ട് പറഞ്ഞ്, രോഗം മാറിയില്ല എന്നാ ചെയ്യും? യേശു മുറിവേറ്റത് എൻ്റെ രോഗം, അങ്ങനെ പറ. യേശു മുറിവേറ്റത് കൊണ്ട് എൻ്റെ രോഗം സൗഖ്യമായിരിക്കുന്നു. പഞ്ചസാര ഇട്ടിട്ട് ഇനി മധുരം ഉണ്ടോ എന്ന് സംശയിക്കേണ്ട. യേശു മുറിവേറ്റത് കൊണ്ട് ഷുവറാണ്, യേശു ക്രിസ്തുവിൻ്റെ മുറിവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സൗഖ്യം എൻ്റെ അവകാശമാണ്, സൗഖ്യം എൻ്റെ അത്ഭുതമാണ്. അത് പറഞ്ഞ് അങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ പ്രസംഗങ്ങളൊന്ന് കേൾക്ക്. അത് നിങ്ങൾക്ക് ബ്രദറെ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു മാറ്റം വരുന്നില്ല. ഞാൻ പറയുന്നത് വീണ്ടും നിങ്ങളുടെ ഉള്ളിലേക്ക് അത് നിറയ്ക്കണം. കാര്യം എവിടെയൊക്കെയോ നിങ്ങളെ സംശയിപ്പിക്കുന്ന വിശ്വാസത്തിന് വിരോധമായി എന്തൊക്കെയോ കയറി കിടപ്പുണ്ട്. അത് ഇടിച്ച് കളയാൻ തക്കവണ്ണം വിശ്വാസത്തിൻ്റെ പ്രസംഗം. ഇവിടെ ഗലാത്യ സഭയ്ക്ക് പറ്റിയത് എന്തുവാ? പൗലോസ് 3.5 വർഷം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇവിടെ മൊത്തം താളം തെറ്റി. അവർ പൗലോസിനെ പഠിപ്പിക്കും, അങ്ങനെയല്ല ഇങ്ങനെയാണ്, ഇങ്ങനെ. പൗലോസ് പറയും, അല്ലയോ ബുദ്ധിയില്ലാത്തവർ. കണ്ടോ, അവരങ്ങനെ വിളിക്കണമെങ്കിൽ ഫൂളിഷ് നമ്മൾ പറയത്തില്ല, ആ വാക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഈ വാക്ക് പൗലോസ് ഉപയോഗിക്കുക. അത്രത്തോളം പൗലോസിൻ്റെ അകത്ത് ചിന്ത ഒന്നല്ല. പൗലോസ് അങ്ങനെ ഒരു വിശ്വാസികളെ വിളിക്കണമെങ്കിൽ എത്രത്തോളം അവർ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയി. അപ്പോൾ അവർ കേട്ട പ്രസംഗത്തിൻ്റെ കുഴപ്പമാണത്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലപ്പ, വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ നിമ്മി എന്ന് പറയുന്ന മോളുള്ള ആരെങ്കിലും ഇന്ന് സൂമിലോ ലൈവിലോ കൂടുന്നുണ്ടോ? നിമ്മി എന്ന് പറഞ്ഞ മോളുള്ള ആരെങ്കിലും ഇതിനകത്ത് കൂടുന്നുണ്ടോ? നിമ്മി,
ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ. ആരാത്? എൻ്റെ അനുജത്തിയുടെ മോളാണ്. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി കർത്താവ് പ്രവർത്തിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ വലിയ കൃപ ഇന്ന് കുടുംബത്തിൻ്റെ മേൽ ചൊരിയുന്നല്ലോ. ഞാനൊരു വീടിൻ്റെ അകവശം കാണുവാണ്. ഈ സിമൻറ്റ് ചാക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഒരു ഭവനം ഞാൻ കാണുന്ന സിമൻറ്റ് ചാക്ക് എടുത്ത് വെച്ചിട്ടുള്ള നടുമുറിയിൽ കൊണ്ടുവന്ന് സിമൻറ്റ് ചാക്കുകൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ പലപ്പോഴും ആ കുടുംബത്തെ ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ സർപ്പത്തെ, പാമ്പിനെ പലപ്പോഴും സ്വപ്നം കാണുകയും സ്വപ്നത്തിൽ ഭയപ്പെടുകയും ആ ഭയം പിന്നീട് ജീവിതത്തിൻ്റെ അകത്ത് പലപ്പോഴും ഭയത്തിൻ്റെ അകത്ത് ജീവിക്കുന്നുണ്ട്. അതായത് പലപ്പോഴും സർപ്പത്തെ സ്വപ്നം കാണും. ഈ സ്വപ്നം കാണുന്ന മാത്രമല്ല, ഈ ഭയം മറ്റ് രീതിയിൽ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെ ഭയപ്പാടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇന്ന് ആ ഭയം മനസ്സിൽ കയറി കൂടിയിട്ട് ജീവിതത്തിൽ പല സാഹചര്യത്തിലും എല്ലാ മേഖലയിലും ഭയപ്പെട്ട വ്യക്തിയെ പോലെ കൊണ്ട് നടക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് കൽപ്പിക്കുന്നു, ആ സ്പിരിറ്റിനെ ഇപ്പോൾ തന്നെ പുറത്താക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ രോഗത്തെയും രോഗത്തിൻ്റെ ആത്മാവിനെ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സകലത്തെയും ഞങ്ങൾ ആത്മാവിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ വ്യക്തി ആരാണോ ആ ഹൃദയത്തിലൊന്ന് കൈവച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് ഈ ആലോചനയുടെ അനുഗ്രഹത്തെ സ്വീകരിക്കണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്നപ്പ കർത്താവിൻ്റെ അത്ഭുതം ഇന്ന് അവരുടെ മേൽ സംഭവിക്കുന്നല്ലപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പറയുന്നപ്പ കർത്താവ് ഞങ്ങളുടെ പ്രവൃത്തി ഇന്ന് അവിടെ ചെയ്യുന്നല്ലപ്പ. വലിയ പ്രവൃത്തിയാൽ കർത്താവ് ഇന്ന് ചെയ്യുന്നല്ലോപ്പ. കർത്താവെ ഞങ്ങളിന്ന് അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞങ്ങളത് വിടിവിക്കുന്ന ദൈവമാണല്ലോപ്പ. ഇന്ന് ദൈവം വിടിവിക്കുന്ന ദൈവമാണല്ലോപ്പ. കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ. കർത്താവ് ഞങ്ങളുടെ വലിയ മഹത്വം ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലപ്പ. കർത്താവിൻ്റെ പ്രവൃത്തി അവിടെ കൊള്ളുന്നല്ലപ്പ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ. ആമേൻ. കർത്താവ് ഇന്ന് എന്നോട് മറ്റൊരു വ്യക്തിയും കൂടെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെയും 2 കണ്ണാടി ഒരു ബാഗിൻ്റെ അകത്ത് കൊണ്ട് നടക്കുന്നൊരു വ്യക്തി, 2 കണ്ണാടി ഒരു ബാഗിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കാണുന്നത്. 2 കണ്ണാടി എന്തിനാണ് വെക്കുന്നത് എനിക്കറിയത്തില്ല. 2 കണ്ണാടി ഒരു ബാഗിൻ്റെ അകത്തിരിക്കുന്ന ഒരു കാഴ്ചയെ ഞാൻ കാണുന്നത്. എന്നാൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വാക്കിങ്ങനെ പറയുകയാണ്. ഒരു 7 വർഷത്തെ പ്രയാസം, 7 വർഷമായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രയാസം കർത്താവ് ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ നിന്നും എടുത്തു മാറ്റുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തെ വിളിക്കുന്നവൻ ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല എന്ന വചനത്താൽ ഞാനിന്ന് ബ്ലസ് ചെയ്യുന്നു. ഇവിടെ കർത്താവ് ഒരു വാക്കിങ്ങനെ പറയുകയാണ്. ഇപ്പോൾ ഈ നിമിഷം തന്നെ എൻ്റെ കൂടെ അവിടെ നിന്നുകൊണ്ട്, ആ ഭവനത്തിൽ നിന്നുകൊണ്ട് പറയണം, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് കർത്താവ് ചെയ്യാൻ വേണ്ടി പോവുക. വഴിത്തിരിവിനെ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. അതോടൊപ്പം തന്നെ കർത്താവ് ഇന്ന് എന്നോട് നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്ത് പറയാനുള്ളവരല്ലാതെ വേറെ ആരും മൈക്ക് മ്യൂട്ട് മാറ്റണ്ട. പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ഈ സമയത്ത് ശ്രദ്ധിക്കണം. മൈക്ക് മ്യൂട്ട് ചെയ്ത് എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞാനിന്ന് പ്രാർത്ഥിക്കുമ്പം എന്നെ ഒരു ചിത്ര എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കും. ചിത്രയ്ക്ക് ഞാൻ കാണുന്നൊരു മകളുണ്ട്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു മകനെ ഞാൻ കാണുന്നു. 2 പേരെ കർത്താവ് എന്നെ കാണിക്കുന്നുണ്ട്. ആ ചിത്ര എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവം എന്നെ കാണിക്കുന്നു. എന്നെ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആരാണ് വേഗത്തിൽ ഇന്ന് തന്നെ ആ വ്യക്തിയെ വിളിച്ച് പറയണം. ഇങ്ങനൊരു വാക്ക് ദൈവം പറയുകയാണ്, നിന്നെ വീഴാതെ വണ്ണം സൂക്ഷിക്കുവാൻ ദൈവം ശക്തനെന്ന് പറയുന്നൊരു വാക്ക് ഞാൻ കേൾക്കുകയാണ്. കർത്താവ് ഇങ്ങനൊരു വാക്ക് പറയുകയാണ്, വീഴാതെ വണ്ണം സൂക്ഷിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന്. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് രോഗികളായി ഞാൻ പറഞ്ഞു നിങ്ങൾ പറയാനുള്ളവർ മാത്രം മ്യൂട്ട് മാറ്റി പറഞ്ഞാൽ മതി. അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്ത്. നന്ദി കർത്താവേ, നന്ദി യേശു. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ പറ, കർത്താവേ ഞങ്ങളുടെ തിരുമുറിവിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യവും ദീർഘായുസ്സും വന്നിരിക്കുന്നു. യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യവും ദീർഘായുസ്സും വന്നിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും കൽപ്പിച്ച്, എന്നിട്ട് ഇനി സംശയ വിചാരങ്ങൾ ഞാൻ പറയുന്നു, ദൈവത്തിന് നിങ്ങളുടെ മേൽ പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങൾ കർത്താവിനെ എന്തിനാണ് വിളിക്കുന്നത്? നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ എന്തിനാണ് ഇറങ്ങിക്കുന്നത്? നമ്മൾ ദൈവത്തെ സഹായിക്കുന്നവരല്ല. തെറ്റിദ്ധാരണ മാറണമേ.
ദൈവത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നവരല്ല നിങ്ങൾ. യേശു നിങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തെ ജീവനും ഭക്തിക്കും വേണ്ടിയുള്ള ആരാധനയായിട്ട് കൊടുക്കണം. അല്ലാതെ നമ്മൾ ദൈവത്തിന് വേണ്ടി ത്യാഗം ചെയ്യേണ്ട. ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെ തന്ന ദൈവത്തെ സ്തുതിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ദൈവത്തിന് വേണ്ടി ത്യാഗം ചെയ്യേണ്ട. കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ ത്യാഗമായി തീർന്നു, യാഗമായി തീർന്നു. എൻ്റെ കൂടെ കൈവച്ചിട്ട് ഇപ്പം തന്നെ രോഗമുള്ള ഭാഗത്ത് കൈവച്ചിട്ട് പറഞ്ഞു, യേശുവിൻ്റെ തിരുമുറിവിനാൽ പറ, സൗഖ്യം എൻ്റെ അവകാശമാണെന്ന് പറ. യേശു മുറിവേറ്റതുകൊണ്ട് എൻ്റെ രോഗം സൗഖ്യമായിരിക്കുന്നു. എൻ്റെ വേദന യേശു വഹിച്ചതുകൊണ്ട് ഞാനിന്ന് വേദന അനുഭവിക്കേണ്ടവനല്ല, ആരോഗ്യം അനുഭവിക്കേണ്ടവനാണ്, ദീർഘായുസോടെ ഇരിക്കേണ്ടവനാണ്, ദിവ്യ ആരോഗ്യത്തിലിരിക്കേണ്ടവനാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ, വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ. യേശു ഇപ്പം തന്നെ കൈവച്ച് ഇതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യണം. എനിക്കറിയത്തില്ല ആരൊക്കെ രോഗികളായിട്ട് ഭാരപ്പെട്ടത് എൻ്റെ കൂടെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അവരോട് പറയുകയാണ്, കൈ അവിടെ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ആ കർത്താവിൻ്റെ മുറിവ് നിങ്ങളുടെ സൗഖ്യം നടക്കുകയാണ്. യേശുവിൻ്റെ തിരുമുറിവിനാൽ ആരാണ് എന്നെ കേൾക്കുന്നത്, ലോകത്തിൻ്റെ എവിടെ ഇരുന്നുകൊണ്ട് ഈ സൂമിലോ ലൈവിലോ കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ കൈവച്ച് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ തിരുമുറിവിനാൽ ദിവ്യാരോഗ്യം ദീർഘായുസ്സും എനിക്ക് വന്നിരിക്കുന്നു. ദിവ്യാരോഗ്യം ദീർഘായുസ്സും എൻ്റെ അവകാശമാണ്. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്നത് കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവ് അങ്ങനെ ചെയ്തതിന് നന്ദി, കർത്താവ് അങ്ങനെ ചെയ്യുന്നതിന് നന്ദി, അത്ഭുതകരമായ പ്രവർത്തികൾക്ക് നന്ദി, അത്ഭുതകരമായ സൗഖ്യത്തിന് നന്ദി, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കുന്ന വൻകൃപയ്ക്ക് നന്ദി പറയുന്നു. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം മ്യൂട്ട് മാറ്റി പറയാവുന്നതാണ്. വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ പെട്ടെന്ന് തന്നെ പറഞ്ഞാട്ടെ. ബ്രദറെ സ്തോത്രം. പറഞ്ഞു. ഞാനിപ്പോ ബ്രദറിന്റെ ഒരു ആലോചന പറഞ്ഞല്ലോ ബ്രദറെ, ഒരു ബാഗിനകത്ത് 2 കണ്ണാടി കൊണ്ട് നടക്കുന്ന അത് ഞാനാ ബ്രദർ. 7 വർഷം ഞാൻ പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗൾഫിൽ. അപ്പൊ അവിടുന്ന് റിട്ടയർ ആയിട്ട് വന്നപ്പം ഇപ്പൊ 7 വർഷം ജസ്റ്റ് കഴിഞ്ഞു. അപ്പം ഇവിടെ ഞങ്ങളൊരു ബിസിനസ് തുടങ്ങിയിരുന്നു. ഭയങ്കര നഷ്ടത്തിലൊക്കെ ആയി. വളരെ കാരണം ഒത്തിരി പൈസ ഒക്കെ സമ്പാദിക്കുകയൊക്കെ വരികയൊക്കെ ചെയ്ത. ഗൾഫിൽ ഞാൻ 30 വർഷത്തോളം ജോലി ചെയ്ത നേഴ്സായിട്ടേ. ഇപ്പൊ അങ്ങനെ ഭയങ്കര ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ ഞങ്ങളൊക്കെ കടന്നു പോകുക ഇപ്പൊ ഈ സമയത്ത്. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് ബ്രദർ പറയുന്ന വചനങ്ങളെല്ലാം ഏറ്റെടുത്ത് ഓരോ ദിവസവും അത് ഞാൻ ചോദിച്ചോട്ടെ സിസ്റ്ററെ, ഒരു കാര്യം ചോദിച്ചോട്ടെ സിസ്റ്റർ, ഈ ആലോചന എത്ര പേര് ഇത് കേട്ടായിരുന്നു? എത്ര പേര് ഈ ആലോചന കേട്ടു? സിസ്റ്ററെ, ഇതിൻ്റെ വലിയൊരു അത്ഭുതം ഞാൻ പറഞ്ഞുതരാം സിസ്റ്ററെ. സിസ്റ്റർ കേട്ടോണം. സിസ്റ്ററുടെ ഞാനത് എടുത്തു പറഞ്ഞ വാക്കുകൊണ്ട് 2 കണ്ണാടി എന്തിനാ വെക്കുന്ന എനിക്കറിയത്തില്ല. പക്ഷേ കർത്താവ് എന്നെ കാണിച്ചു, ഒരു ബാഗിൻ്റെ അകത്ത് 2 കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. 7 വർഷമായിട്ട് അവർ അനുഭവിക്കുന്ന ഒരു വേദന. 7 വർഷം എടുത്ത് കാണിച്ചു. എന്നോട് ഈ കാര്യം വല്ലതും സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടോ സിസ്റ്ററെ? ഒന്നും പറഞ്ഞിട്ടില്ല ബ്രദറെ. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന മാത്രമേ ഉള്ളൂ. ഈ 2 കണ്ണാടി എന്ന് ഒന്ന് ഞാൻ വിഷന് വേണ്ടി വെക്കുന്ന കണ്ണാടി, ഒന്ന് സൺഗ്ലാസുമായിട്ട്. അപ്പൊ എന്നും ആ ബാഗിനകത്തുണ്ട് അത് 2 കണ്ണാടി. കണ്ടോ, ഞാനിത് പറയാൻ കാര്യം വേറൊന്നുമല്ല, നിങ്ങളുടെ കാര്യങ്ങളെ കർത്താവ് എത്രത്തോളം കാണുന്നു. സിസ്റ്റർ ദൈവത്തോടെ എന്നോട് പറഞ്ഞിട്ടില്ല, പ്രയർ റിക്വസ്റ്റ് അയച്ചിട്ടില്ല. അതുപോലെ 2 കണ്ണാടി വെക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആരും പ്രയർ റിക്വസ്റ്റ് അയക്കാറില്ല. സിസ്റ്റർ പറഞ്ഞ് 7 വർഷമായിട്ടുള്ള കാര്യം ദൈവത്തോട് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന. നമ്മളറിയാൻ ഒരു വഴിയില്ല. 7 വർഷമായിട്ട് സിസ്റ്റർ പറഞ്ഞു. ഒരു മിനിറ്റ് സിസ്റ്റർ, 7 വർഷമായിട്ട് ഞാൻ ഈ സിസ്റ്ററോടാണ് സംസാരിക്കുന്നത്. ഒരു സെക്കൻഡ്. 7 വർഷമായിട്ട് സിസ്റ്റർ കർത്താവ് ഇടപെട്ട കാര്യം ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ആലോചന നമ്മളത് പറയുമ്പോൾ നമുക്കറിയാം കർത്താവ് ചിലത് കണക്ട് ചെയ്യുമ്പോൾ അതുകൊണ്ട് എടുത്തെടുത്ത് ഞാൻ ചിലത് പറയുന്നത്. ഈ ദിവസം സിസ്റ്ററെ, ഈ കർത്താവ് പുതിയൊരു ആരംഭത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. പുതിയൊരു ആരംഭത്തിലേക്ക് ദൈവം കയറ്റാൻ വേണ്ടി പോവാണ്. ഈ ദിവസങ്ങളിൽ ഭാരപ്പെട്ടത് നോക്കിയിട്ട് ഇനി പഴയത് നോക്കണ്ട, പുതിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിശയിക്കുന്ന രീതിയിൽ ചേഞ്ച് വരാൻ വേണ്ടി പോവാം. ഞാൻ ഈ ആലോചന ഈ സിസ്റ്ററോടാണ് ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നത്. എനിക്കറിയാം ഈ സഹോദരി അത് എടുത്തപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ അത് മനസ്സിലായി. വലിയൊരു ദൈവപ്രവർത്തിക്ക് വേണ്ടി ദൈവം ഇന്നു മുതൽ ഒരുക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. താങ്ക് യു ബ്രദർ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഇതായിപ്പോയി. ഞാൻ ഇപ്പൊ നാട്ടിലാണ്. അപ്പൊ ബാംഗ്ലൂർക്ക് പോകാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ആയിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ള, ഞാൻ ഒരിക്കലൊരു എന്റെ ഒരു ഫ്രണ്ടിന്റെ മോൻ ഇങ്ങനെ ഇല്ലാത്ത കേസിൽ പെട്ട കാര്യം പറഞ്ഞായിരുന്നല്ലോ.
ഉം. ഹലോ. കേൾക്കുന്നുണ്ട്. ആ അത് ഈ 2024 ആ കേസ് പൂർണ്ണമായിട്ട് തള്ളിപ്പോയി. പ്രാർത്ഥിച്ച വിഷയമായിരുന്നു സിസ്റ്ററെ. അതെ, അത് പ്രാർത്ഥിച്ച വിഷയമായിരുന്നു. ഞാൻ ആമേൻ. തീർച്ചയായിട്ടും. പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ തീർച്ചയായിട്ടും കർത്താവ് അത് പ്രവർത്തിച്ചല്ലോ. 2024 30-ാം തീയതി ഒപ്പിടാൻ ചെന്നപ്പോ അവര് പറഞ്ഞു, ഇനി നീ ഒപ്പിടാൻ വരികയെ വേണ്ടെന്ന് പറഞ്ഞു. ആമേൻ. തീർച്ചയായിട്ടും വലിയൊരു ഭാരപ്പെട്ടൊരു വിഷയമാണ്. കർത്താവ് അത് അത്ഭുതകരമായി എന്റെ ഒരു തന്നെ ഫ്രണ്ടിന്റെ ചെയ്തിരുന്നാണ്. മോനാ. അതെ തീർച്ചയായിട്ടും കർത്താവ് അത് പ്രവർത്തിച്ചത് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ബ്രദറെ, ഗായത്രി എന്നൊരു കുട്ടിയുടെ പേര് പറഞ്ഞില്ലായിരുന്നു? അതാരായിരുന്നു? ആദ്യം തന്നെ അത് നമ്മുടെ വലിയച്ഛൻ്റെ മോള്, ചേച്ചിയുടെ മോളുടെ മോളാത്. തീർച്ചയായിട്ടും ബ്രദറെ, ആലോചന നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മരിച്ചു പോയായിരുന്നു, 3.5 വർഷമായി. അപ്പോൾ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ട് ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്തോണം. ഒരേ ആലോചന ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്തോണം. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും കേട്ടോ. അവരെ വിശ്വാസത്തിലൊന്നും അല്ല, അവരെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബ്രദറെ, ആലോചന വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥനാണ്. ആ കുടുംബത്തിൽ നിന്ന് അനർത്ഥം വിട്ട് ഒഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് അവരെ സഹായിക്കും കേട്ടോ. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. അവിടെ പറയണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതേപോലെ ഒരു പ്രാർത്ഥനയിൽ കർത്താവ് വെളിപ്പെടുത്തിയതാണ്. ഒരേ ആലോചന ഒരേപോലെ വെളിപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഏറ്റെടുത്താൽ മതി. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് അത് വലിയ പ്രവൃത്തിയാക്കി മാറ്റും. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, പറഞ്ഞോ. മോനെ രാത്രി മുഴുവനും ഭയങ്കര പനിയായിരുന്നു. അവനെ ER-ലൊക്കെ കൊണ്ടുവേണ്ടി വരുന്നു. അപ്പൊ ഇന്നിപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം അവന്റെ പനി ഇപ്പം നോർമലായി. അവന് ഫ്ലൂവും കോവിഡും ഒക്കെ ഇവിടെ ഇപ്പം നടപ്പുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഒത്തിരി വറീഡായിരുന്നു. 1-2 പ്രാവശ്യം അവൻ പാസ് ഔട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം അവന്റെ പനി നോർമലായി. ആമേൻ. നന്ദി കർത്താവ്. ഇന്ന് പ്രിയ കർത്താവ് കൊടുത്ത അത്ഭുതത്തിന് നന്ദി. പ്രാർത്ഥനയിൽ ദൈവം കൊടുത്ത വിടുതൽ ഇൻസ്റ്റൻ്റ്ലി തന്നെ അവൻ്റെ പനി വിട്ടുമാറി. നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ബ്രദർ പ്രൈസ് ലോർഡ്. പറഞ്ഞു സിസ്റ്ററെ. ബ്രദർ, ഒരു ഗായത്രി പറഞ്ഞില്ലായിരുന്നോ? അതിന്റെ കസിന്റെ മോളാണ്. അപ്പൊ ആ കുട്ടിയുടെ പപ്പ മരിച്ചിട്ട് എനിക്ക് തോന്നുന്നു 3.5 വർഷം ആയോന്ന് അറിയില്ല. പക്ഷെ നല്ല തകർച്ചയില്ല ആ കുട്ടിക്ക്. ഇപ്പൊ മൂക്കിലെന്തോ ദശ വളരുതെന്ന് പറഞ്ഞോണ്ടൊരു സർജറി വേണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്നലെ അമ്മ പറഞ്ഞിങ്ങനെ അവരോട് ഈശോയെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ അവരൊട്ടും അങ്ങനെ അംഗീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ ലിസ്റ്റേ, നമ്മളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ പറയണം, ഞാൻ ഇതുപോലെ പ്രാർത്ഥനയിൽ കേട്ടതാണ്. പ്രാർത്ഥനയിൽ കേട്ടതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്നു. അപ്പം ഞാൻ ആലോചനയ്ക്കകത്ത് നിന്ന് പറയുന്നത് കൊണ്ട് അവർക്ക് എതിർക്കാൻ കഴിയത്തില്ല. അവർക്കത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അവരുടെ ഉള്ളിലേക്ക് അത് കർത്താവ് അത്ഭുതമാക്കി മാറ്റും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഒരു ആലോചന പറഞ്ഞിരുന്നു. അതൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അത് പിന്നെ ഇതായിട്ട് വേറൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് അത് എന്റെ ആയിരുന്നു ബ്രദറെ. അപ്പൊ ഞാൻ അത് ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും ഏറ്റെടുത്ത കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും കേട്ടോ. സാക്ഷ്യമാക്കി ദൈവം അത് മാറ്റും. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു. ബ്രദറെ, എനിക്കൊരു പ്രാർത്ഥനാ സഹായം ഉണ്ടായിരുന്നു ബ്രദറെ. എന്റെ കുഞ്ഞിന് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജ് പോലത്തെ ഒരു അവസ്ഥയിലാണ്. കുഞ്ഞിന്റെ ഓവറിയില് ഒരു മുഴയുണ്ടായിട്ട് അത് വലുതായി കുടലിലേക്ക് ഇതായി പഴുപ്പ് വന്നുകൊണ്ടിരിക്കുക. എനിക്ക് വേണ്ടി, എന്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കല്യാണം കഴിച്ച് 3 വർഷമായി, കുട്ടികളൊന്നും ഇല്ല. ഞാൻ ഈ പ്രാർത്ഥനാ സഹായം ഞാനൊന്ന് ചോദിച്ചായിരുന്നു. ഞാൻ ഈ വിശ്വാസത്തില് ഏറ്റെടുക്കുന്നു ബ്രദറെ. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് സാക്ഷ്യം പറയാൻ കർത്താവ് ഇടവരുത്തണം. മോളിപ്പോ അടുത്തുണ്ടോ അതോ? ഇല്ല ബ്രദറെ, മോള് അബുദാബിയിലാണ് ജോലി ഈ സമയത്ത് ചെയ്തോണ്ടിരിക്കുവാണ്. അവൾക്ക് അവധി കിട്ടത്തില്ല. അപ്പൊ ഇനി ഈ ആഴ്ച വീണ്ടും 3-4 ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഈ ആഴ്ച വീണ്ടും ചെക്കപ്പിന് പോണം. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എന്റെ കർത്താവ് എന്നെ ഇത് ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കും. തീർച്ചയായിട്ടും നമുക്ക് ഒരു നിമിഷം നമുക്ക് ആ സൗകര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ്, ഞങ്ങൾ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. ആ ഉദരത്തിൻ്റെ അകത്ത് ആ പഴുപ്പിൻ്റെ അനുഭവങ്ങൾ, ബുദ്ധിമുട്ടുന്ന അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ കൽപ്പിക്കുന്നു.
ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നു. ഇപ്പം ഞങ്ങൾ കേട്ടതുപോലെ യേശു മുറിവേറ്റത് ആ മകളുടെ രോഗം മാറാൻ വേണ്ടിയാണ്, സൗഖ്യത്തിന് വേണ്ടി. അതുകൊണ്ട് ഇപ്പോൾ കൽപ്പിക്കുന്ന ആ ടെസ്റ്റുകളിലൊക്കെയും അത്ഭുതം കാണും. ആ ബുദ്ധിമുട്ട്, ആ എല്ലാ ബുദ്ധിമുട്ടും യേശു ക്രൂശിൽ വഹിച്ചതാണ്. കർത്താവിൻ്റെ മുറിവിൽ ആരോഗ്യവും സൗഖ്യവും വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ തന്നെ കർത്താവ് ഉറപ്പിച്ചതിന് നന്ദി, സൗഖ്യമാക്കിയതിന് നന്ദി. അത്ഭുതത്തിൽ ഈ ദിവസം ഞങ്ങൾ വലിയ വാർത്ത കേൾക്കും, സാക്ഷ്യം കേൾക്കും, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. അത്ഭുതം കാണും കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോ മോളെ വിളിച്ചുകൊണ്ട് അത്ഭുതം കാണുന്നു പറ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഞാനിന്ന് ചർച്ചിൽ ഇന്ന് ഒരു ഉപവാസ പ്രാർത്ഥനയായിരുന്നു, 3 ദിവസം ഉപവാസ പ്രാർത്ഥനയായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ ചർച്ചിൽ ഇന്ന് പാസ്റ്റർ ഒരു വചനം പറഞ്ഞു, പുറപ്പാട് 14:13 ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന രക്ഷ കണ്ടുകൊള്ളു എന്നുള്ള ആ വചനം പറഞ്ഞു. അപ്പൊ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആരാധിച്ച പാട്ട് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അത് തന്നെ പറഞ്ഞോണ്ടിരുന്നു ആ രക്ഷ. അപ്പൊ എന്റെ ശരീരത്തിന് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ചൂട് വരും. ചൂട് വന്ന് എനിക്ക് വയർത്ത് AC ഇട്ടിരിക്കണേ പോലും ചർച്ചിൽ AC ഉണ്ടെങ്കിൽ എന്നിട്ട് പോലും പിന്നെ വയർത്ത് ഒഴുകുന്ന സമയത്ത് വാഹനത്തിലൊക്കെ പോകുന്ന സമയത്തൊക്കെ അങ്ങനെ എനിക്ക് ഭയങ്കര ചൂട് വെച്ച് ഇടയ്ക്കിടയ്ക്കും. അപ്പൊ ഞാനത് ആ ഇത് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ ഇത്രയും തണുപ്പുള്ള സമയത്ത് പോലും എനിക്ക് ചൂട് വരുവാണല്ലോ, അപ്പൊ എനിക്കിത് മാറ്റി തന്നെ കുറെ വർഷങ്ങളായി, ഒരു 10-15 വർഷത്തിൽ കൂടുതലായിരിക്കും ആ ചൂട് അനുഭവത്തിൽ തന്നിട്ട്. അപ്പൊ ഇതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഈ വചനം തന്നെ പറഞ്ഞ് ഞാൻ വെച്ച് പ്രാർത്ഥന ഞാൻ രക്ഷ കാണും എന്നുള്ള വചനം പറഞ്ഞപ്പോൾ എനിക്ക് ആ ചൂട് ഇന്ന് പിന്നെ ഞാൻ സമയം വരെ എനിക്ക് അയച്ചു പിന്നെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ആമേൻ. തീർച്ചയായിട്ടും പലപ്പോഴും ഞാൻ പറയും ദൈവ സാന്നിധ്യം നമുക്ക് പല രീതിയിൽ വരും. നമ്മുടെ ശരീരത്തിൽ ഫീലിങ്സുകളായിട്ടും എന്താ പറയുന്നത്, നമുക്ക് ചൂടായിട്ടും തണുപ്പായിട്ടും പല രീതിയിൽ എന്ത് ചെയ്യും അത് വരും. അപ്പോൾ അത് നമ്മൾ അനുഭവിക്കുമ്പോൾ കൂടുതൽ കർത്താവിനെ സ്തുതിച്ചോണം. നമ്മൾ കർത്താവ് ഈ അഭിഷേകം, ഈ വന്നേക്കുന്ന സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പറഞ്ഞോണം. കർത്താവ് അത് അത്ഭുതമാക്കാം കേട്ടോ. പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞോണം. ഞാൻ ഇന്ന് നമ്മുടെ പ്രാർത്ഥന വേഗത്തിൽ ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് സാക്ഷിയുള്ളവർ പെട്ടെന്ന് പറഞ്ഞു. എന്റെ ഭർത്താവ് എന്നും കുടിച്ചിട്ടാണ് വരുന്നത്. പിന്നെ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണ് പൂർവ്വത്തിന്റെ ആളാണ്. അവരാണ് എന്നും വന്ന് ഭർത്താവിനെ കുറിച്ച് ഏതേറെ ഈ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന പണി. ഇന്നും ഒരു പ്രശ്നം എന്നെ തല്ലിട്ട് കൂടിയാക്കലും ചെറുവർത്തലും മാത്രമാണ് എന്റെ ഭർത്താവിന്റെ നാമത്തിലൊന്നും ശരിയാക്കി തന്നെ. എനിക്ക് തിരിഞ്ഞില്ല സിസ്റ്റർ, എനിക്ക് തിരിഞ്ഞില്ല സിസ്റ്റർ. പ്രയർ റിക്വസ്റ്റ്. ഒരു ബിന്ദുന്ന് പറഞ്ഞ വ്യക്തി എന്റെ ഭർത്താവിനെ വിളിച്ച് എന്നും ഫോൺ വിളിച്ചോണ്ട് പാതിരാത്രിക്ക് ഫോൺ വിളി എന്നിട്ട് എന്നെ എന്നും ചെറി വിളിക്കുക. എന്റെ ഭർത്താവിനായിട്ട് സംസാരിക്കാൻ പോലും എനിക്കൊരു സമാധാനം തരുന്നു. സിസ്റ്റർ ഒരു കാര്യം എനിക്ക് ക്ലിയർ ആകുന്നില്ല. പ്രയർ റിക്വസ്റ്റ് ഒരു കാര്യം ചെയ്യുക സിസ്റ്റർ, എനിക്ക് താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന വാട്സാപ്പിലേക്ക് എനിക്ക് വോയിസ് റെക്കോർഡായിട്ട് അയക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. പ്രയർ റിക്വസ്റ്റ് ഒക്കെ നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന വാട്സാപ്പിലേക്ക് അയക്കുക, നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും കേട്ടോ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാട്ടെ, കാര്യം എനിക്ക് രണ്ടും കൊണ്ട് നമുക്ക് സമയം കിട്ടത്തില്ല. ഞാൻ പറഞ്ഞോ പറഞ്ഞു സിസ്റ്റർ. 30-ാം തീയതി ഞാൻ ഒരു പ്രാർത്ഥന ആവശ്യം പറഞ്ഞിരുന്നു. നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. എന്റെ കമ്പനിയുടെ കാര്യം പറഞ്ഞിരുന്നു, വീടിന്റെ ആധാരത്തിന്റെയും പിന്നെ പണയത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നതാണ്. 31-ാം തീയതിയാണ് ആ മെസ്സേജ് ഉണ്ടായിരുന്നത്, ആധാരത്തിന്റെ ഒരു ബാങ്കിന്റെ അടുത്ത് മാറ്റിയത്. 31-ാം തീയതി ഇത്രയും ആ പ്രശ്നങ്ങളാണെങ്കിലും ആരാധന മുടക്കാതിരിക്കാനായിട്ട് ഞാൻ 31-ാം തീയതി ന്യൂ ഇയറിന്റെ പ്രോഗ്രാമിന് പോയാൽ എനിക്കന്ന് കേൾക്കാൻ പറ്റില്ല. ഇന്നാണ് കേട്ടത്. പക്ഷെ 31-ാം തീയതി ഞാൻ പോവുകയും ചെയ്ത് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരുന്ന് നമുക്ക് ആ കമ്പനിയുടെ പ്രശ്നങ്ങൾക്ക് തൽക്കാലത്തിന് ആ അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് 1,12,000 രൂപ കൊടുത്ത് അടച്ചുപൂട്ടൽ ഒഴിവാക്കി തന്ന് ദൈവത്തിന് മഹത്വം. അതുപോലെ തന്നെയാണ് ഈ ആധാരം ഒരു ബാങ്കിൽ നിന്ന് എടുത്തിട്ട് ഞാൻ വേറൊരു ബാങ്കിൽ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. അന്നും അത് എനിക്കുള്ളതാണ്. ഞാൻ ഉച്ചയ്ക്കാണ് അത് കേൾക്കാൻ എനിക്ക് പറ്റിയുള്ളൂ. അപ്പോഴും ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം ബ്രദറെ. അങ്ങനെ 2 കാര്യത്തിലും ദൈവം അനുഗ്രഹിച്ച ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അങ്ങ് കൊടുത്ത വിടുതലിന് നന്ദി പറയുന്ന പ്രിയ. കഴിഞ്ഞ ദിവസം വിശ്വസിച്ച് വല്ലാതെ ഭാരപ്പെട്ടായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ തന്നു. എന്ന വിഷയത്തിന് മേൽ ദൈവം പ്രവർത്തിച്ചതിന് നന്ദി. വലിയ ഭാരത്തോടെ സങ്കടത്തോടെ ഇരുന്ന വിഷയമാണ്. ദൈവം പ്രവർത്തിച്ചതിന് നന്ദി. യേശുവിനെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. പറഞ്ഞു. 2-3 മാസത്തിന് മുമ്പ് എന്നോട് ദൂത് പറഞ്ഞു, വഴിയുടെ പ്രശ്നത്തിന് വേണ്ടി
ഒരു ആഞ്ഞില് സ്ഥലത്ത് കയറി തിരിഞ്ഞു നിൽക്കുമ്പോൾ ആഞ്ഞിൽ വലത് വെച്ചതുണ്ടെന്ന് പറഞ്ഞ ആ വിഷയത്തിന് വേണ്ടി പറഞ്ഞു. എന്നാൽ 9-ാം തീയതി കോടതിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. കോടതിയിൽ എന്നെ വിളിച്ചിട്ടുണ്ട്. അവരിതുവരെ നമ്മൾ കൊടുത്ത കേസിന് ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ട് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് കോടതിയിൽ നിന്ന്. 9-ാം തീയതി ഞാൻ പോവാ. വിഷയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് അവിടെ അത്ഭുതം ചെയ്യും സിസ്റ്റർ കേട്ടോ. ധൈര്യമായിട്ട് ബ്രദർ പൊക്കോ. എന്ന് കേട്ട ആലോചന ദൈവത്തിൽ നിന്ന് വന്ന ആലോചനയാണ്. അപ്പം നമുക്ക് വേണ്ടി ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കും. അവിടെ കർത്താവ് അത്ഭുതമായി തന്നെ പ്രവർത്തിപ്പാൻ ഇടയായി തീരും കേട്ടോ. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരാളും കൂടെ പെട്ടെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് പറഞ്ഞോട്ടെ, പെട്ടെന്ന് പറഞ്ഞു മ്യൂട്ട് മാറ്റി പറഞ്ഞു. നമുക്ക് ബാക്കി നമുക്ക് പിന്നെ കേൾക്കാൻ സാക്ഷ്യങ്ങളൊക്കെയും. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ പ്രാർത്ഥന നമുക്കിന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. പിന്നീടുള്ള ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് കർത്താവിലുള്ള വചനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ സമയത്ത് സാക്ഷ്യം സമയമാണ്. ഞാൻ ഈ പ്രയർ റിക്വസ്റ്റൂടെ മിക്സ് ചെയ്യാത്തതിൻ്റെ കാരണം നമുക്ക് രണ്ടും കൂടെ സമയം കിട്ടത്തില്ല. എന്തുകൊണ്ടാണ് ഈ വചനത്തിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു സാക്ഷ്യമെങ്കിലും നമ്മൾ കേൾക്കുന്നതിൻ്റെ കാരണം നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. വിശ്വാസം വർദ്ധിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്രിസ്തു യേശുവിൽ വളരുവാൻ കഴിയത്തുള്ളൂ. ഞാനിപ്പോൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവെ എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ലഭിച്ചുവെന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. നിങ്ങളിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് എല്ലാവരും പ്രഖ്യാപനങ്ങളെ